ഇന്നത്തെ കാലത്ത് ഒരു പാസ്റ്ററും വിശ്വാസിയും കൂടെ പോയാൽ എല്ലാവർക്കും മനസ്സിലാവും ഏതാ പാസ്റ്റർ ഏതാ വിശ്വാസി. പക്ഷെ അന്ന് ഈ ഭടന്മാരെ യേശുവിനെ പിടിക്കാൻ വിടുമ്പം യേശു ആരാന്ന് മനസ്സിലാക്കാൻ ഒരു വഴിയില്ല. യേശു ശിഷ്യന്മാരോടൊപ്പം നടക്കുമ്പം ഇതേതാ യേശു, ഏതാ യൂദാസ്, ഏതാ പത്രോസ് ഒന്നും ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പം യൂദാസ് പറഞ്ഞു, നിങ്ങൾക്കിത് അറിയാൻ വഴിയില്ല, കാരണം അവൻ സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നത്, ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്നത്. ലോകത്തിന്റെ ഒരു മഹത്വവും അവൻ സ്വീകരിച്ചിട്ടില്ല. അവൻ ജനിക്കാൻ തീരുമാനിച്ചപ്പോൾ പുൽക്കൊടിലാണ് ഒരു മഹത്വവും ഇല്ലാത്ത, എന്നാൽ ആർക്കും ഓടിച്ചെല്ലാൻ പറ്റുന്ന കൃപ നിറഞ്ഞ ഒരു പെർഫെക്ഷൻ യേശുവിൽ ഉണ്ടായിരുന്നു. അത് ഏത് കുഞ്ഞിന് ഓടിച്ചെല്ലായിരുന്നു. അവൻ സാധാരണക്കാരൻ. അപ്പം യൂദാ പറയാണ്, ഈ ഒരു സന്യാസി ലുക്കൊന്നും യേശുവിനെ കണ്ട ഇല്ല. അതെല്ലാവരും ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ യോഹന്നാൻ സ്നാപകനൊക്കെ ഉപവാസം എടുത്ത് എന്താ പറയുന്നത്, കഷ്ടപ്പെട്ട് തോൽവാറും അണിഞ്ഞ് നടന്ന്, നീ ഇങ്ങനെ തീനിയും കുടിയനുമായിട്ട് നടന്നെന്ന് അല്ലെ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. കാരണം യേശുവിനെ കാണുമ്പോൾ അവരുടെ മതത്തിന് സ്യൂട്ടാകുന്ന ഒന്നും യേശുവിനുണ്ടായിരുന്നില്ല. അപ്പൊ യേശുവിനോട് ഏറ്റവും വൈരാഗ്യം തോന്നിയതും മതത്തിനാ. മതത്തെ സ്നേഹിക്കുന്നവർക്ക് യേശുവിനെ സ്വീകരിക്കാൻ അസാധ്യമാണ്, ഒരർത്ഥത്തിൽ പറഞ്ഞു. ക്രിസ്തുവിന്റെ അപ്രോച്ചബിലിറ്റിയാണ്. ഏത് മനുഷ്യനും ഏത് പാപിക്കും യേശുവിനെ കണ്ടാൽ വിഷമം തോന്നും, ഭയം തോന്നും, മാനസാന്തരം തോന്നും. പിന്നെ അവർ പാപം ചെയ്യത്തില്ല, പക്ഷെ യേശുവിൽ നിന്ന് ഓടിപ്പോകാൻ തോന്നത്തില്ലായിരുന്നു. കാൽക്കൽ വന്നിരുന്ന് കരയാൻ തോന്നുമായിരുന്നു, എണ്ണ പൊട്ടിച്ച് തലയിൽ ഒഴിക്കാൻ തോന്നുമായിരുന്നു, അവന്റെ പിന്നാലെ നടക്കാൻ തോന്നുമായിരുന്നു. പുരുഷാരത്തിന് എത്ര പുരുഷാരം വന്നാൽ അവന്റെ പിന്നാലെ നടക്കാൻ തോന്നുമായിരുന്നു. ഒരകലം ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം അവനിൽ കൃപയും സത്യവും നിറഞ്ഞിരുന്നു. സോൾ ലൈഫ്. ഈ സോൾ ലൈഫിൽ ഭയങ്കര പവറുള്ള ആൾക്കാരുണ്ട്. അവർ ഇങ്ങ് വന്നേ ഇത് പറഞ്ഞ് നമ്മൾ അറിയാതെ ചെല്ലും. സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ പറയാം, ആ പുറകെ ഇരിക്കുന്ന 5-6 പേരൊന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങി നിന്ന് അവരെന്നെ കണ്ണിനെന്നെ കാണാൻ മേലായിരിക്കും, പക്ഷെ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ അനുസരിച്ചേ പറ്റുള്ളൂ. ഇതിനെ സോൾ പവർ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരുവിധ പവറും എക്സർസൈസ് ചെയ്യാതെ നിൽക്കുന്നത്. കാരണം അങ്ങനെ പലതരം സോൾ പവറുകളുണ്ട്. നിങ്ങളുടെ കൈ എന്താ വീട്ടിൽ വെച്ചിട്ടാണോ പോകുന്നത്, ഒന്ന് കൈ അടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ കൈ അടിച്ചു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോൾ പവർ അത്. ചില ആൾക്കാർ വരുമ്പോഴേക്കും ആൾക്കാർ മരിക്കാൻ പോകുന്ന പോലെ കൈ വീശി ആരാധിക്കുന്ന കണ്ടിട്ടില്ലേ? എന്താ കാര്യം എന്നറിയോ? അവർക്കൊരു സോൾ പവർ ഉണ്ട്. അവർ നല്ലപോലെ ഡെവലപ്പ് ചെയ്തെടുത്ത സ്കില്ല് വെച്ച്, ബുദ്ധി വെച്ച്, വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് ശരിക്കും ഉരുവാക്കിയെടുത്ത മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന മോഡലുകളായിട്ട് അവർ മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ നമുക്ക് എത്ര വേണേലും ഇമ്പ്രൂവ് ചെയ്യാം. That depends on our ability, resources. പക്ഷെ എത്ര ഇമ്പ്രൂവ് ചെയ്താലും എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അതാണ് പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? അപ്പോൾ ഞാൻ ഒരു ദിവസം മനസ്സിലാക്കുകയാണ്, ഈ ജീവൻ എത്ര നന്നായിട്ട് ജീവിച്ചാലും, ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് യാതൊരു ക്രൈസിസും ഇല്ലായിരുന്നു. ഐ വാസ് എ സ്റ്റുഡൻറ്. എനിക്ക് പ്രഷേഴ്സ് ഇല്ലായിരുന്നു, എക്കണോമിക് പ്രഷേഴ്സ് ഇല്ലായിരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങളില്ലായിരുന്നു, രോഗങ്ങളില്ലായിരുന്നു. ഞാൻ വളരെ സന്തോഷമായിട്ട് ചിരിച്ചു കളിച്ച് ജീവിച്ചപ്പോണ്ടിരുന്നപ്പോഴാണ് കർത്താവ് പറഞ്ഞു, നീ മരിക്കാൻ പോകുന്നു. ആ സമയത്ത് കർത്താവിന്റെ രക്ഷ എന്നെ അന്വേഷിച്ച് വരുമ്പം ഐ വാസ് ഫെയർലി കംഫർട്ടബിൾ വിത്ത് ദ വേ ഐ വാസ് ലിവിങ്. അപ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലൈറ്റ് കത്തി. എവിടെ ലൈറ്റ് കത്തി? ആത്മാവിൽ. ഇപ്പൊ ആത്മാവിൽ ലൈറ്റ് കത്തുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉയരത്തിൽ നിന്നൊരു ജീവിതം ഉണ്ടെങ്കിൽ, അതായത് ഉയരത്തിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ ജീവിച്ചാൽ അവൻ ഈ ലോകത്തെ എങ്ങനെ കാണും, അവൻ എങ്ങനെ ജീവിക്കും? അതാരാ? ക്രിസ്തുവാ. അപ്പൊ ഒരു പെർഫെക്റ്റ് ലൈഫ് എങ്ങനെ ജീവിക്കുന്നതെന്ന് ഈ ആത്മാവിനറിയാം. ആത്മാവിന് എങ്ങനെ അറിയാം? ഈ ആത്മാവ് പിന്നെയും ജീവൻ വെക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏദൻ തോട്ടത്തില് നമ്മൾ കണ്ടു, ആത്മാവ് ജീവൻ അണഞ്ഞുപോയി അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? ആദ്യത്തെ ദിവസം പഴം പറിച്ചു നിന്ന് കഴിഞ്ഞപ്പോൾ ആത്മാവ് ഓഫായി, സോളിന്റെ അതായത് ദേഹിയുടെ കണ്ണ് തുറന്നു. അപ്പൊ ആത്മാവിൽ നിന്നൊരു ശബ്ദവും കേൾക്കുന്നില്ലാത്ത അവസ്ഥയായി. നന്മ തിന്മകൾ തിരിച്ചറിയുന്നത് ദേഹിയിലാണ്, ആത്മാവിൽ അറിയുന്നത് ദൈവത്തെയാണ്. അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചിരുന്ന അവർ അത് വിട്ടിട്ട് ദേഹിയുടെ ബുദ്ധി അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അതാണ് ആ പഴം ചെയ്ത അപകടം. അപ്പോൾ ദേഹിയുടെ ബുദ്ധി അനുസരിച്ച് ജീവിക്കുന്ന കാലത്ത് നമുക്ക് ആത്മാവ് ഒരു മെഴുകുതിരി പോലെ സങ്കല്പിച്ചാൽ, അത് കത്തി ജ്വലിച്ചുകൊണ്ടിരുന്ന മെഴുകുതിരി അവിടെ എല്ലാം വെളിച്ചം തരുമായിരുന്നു. അതിനെ നമുക്ക് ജീവൻ എന്ന് വേണേൽ വിളിക്കാം. ഓക്കെ, പഴം പറിച്ചു നിന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ മെഴുകുതിരി അങ്ങ് അണഞ്ഞുപോയി. ആത്മാവുണ്ട്, പക്ഷെ എന്തില്ല? അതിന് ജീവനില്ല. എന്ന് പറഞ്ഞ ആത്മാവ് ഒന്നും മിണ്ടുന്നില്ല, ദൈവം ആരാന്ന് വെളിപ്പെടുത്തുന്നില്ല. സൂര്യനെ കണ്ട അത് ദൈവമാണെന്ന് വിചാരിക്കും, ചന്ദ്രനെ കണ്ടത് ദൈവമാണെന്ന് വിചാരിക്കും. അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മൾ തന്നെ ദൈവമാണെന്ന് പറയും അല്ലേ? അതോ നമ്മൾ കണ്ടത് റോമാലേഖനത്തിൽ പറയുന്നത്, ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികൾ ദൈവമെന്ന് വിളിക്കുന്നത് 90% അവനവനെ തന്നെയാണ്. എൻ്റെ ഇഷ്ടങ്ങളാ എൻ്റെ ദൈവം. ഓക്കെ, ഞാനത് കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതാ. അത് മെഴുകുതിരി കത്താത്തതുകൊണ്ടാ.
അപ്പൊ ഇത് രണ്ടാമത് എങ്ങനെ കത്തിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലെ കറണ്ട് പോയി മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കും, നല്ല കാറ്റടിച്ച് ഒരു മെഴുകുതിരി അണഞ്ഞുപോയി, അതിനെങ്ങനെ കത്തിക്കും? രണ്ടാമത് വേറൊരു മെഴുകുതിരി കൊണ്ടുവന്ന് വേറൊരു സോഴ്സ് ഓഫ് ഫയർ കൊണ്ടുവന്ന് ഇതിനെങ്ങനെ മുട്ടിക്കും. അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നേ? അപ്പൊ ഇത് ആദ്യത്തെ കത്തും അല്ലേ? അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ അണഞ്ഞു കിടന്ന മെഴുകുതിരി കത്താൻ തുടങ്ങി. അപ്പൊ ആത്മാവിന് എന്ത് സംഭവിച്ചു? ജീവൻ പിന്നെയും വന്നു. പക്ഷെ എന്താ പ്രശ്നം? ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കാതെ കത്തിച്ചിട്ട് തിരിച്ചു പോയിരുന്നെങ്കിൽ ആ ആത്മാവ് പോകുന്നതിനേക്കാളും സ്പീഡില് നമ്മൾ പിന്നെയും പാപം ചെയ്ത് ഇത് അണച്ചേനെ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിട്ടിട്ട് പോകുന്നില്ല, ഇതിങ്ങനെ ഇരിക്കുവോ. ഇതിന് ഈ ആത്മസ്നാനം എന്ന് പറയുന്നത്. നമുക്ക് ആത്മസ്നാനം ലഭിച്ചു കഴിഞ്ഞാൽ, ആത്മാവിന്റെ ആദ്യദാനം ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ആത്മാവ് നമ്മളിൽ ഇങ്ങനെ കത്തി ജ്വലിച്ചു നിൽക്കും. ആ നമ്മുടെ ആത്മാവിനെ ജീവനോടെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ ആത്മാവിനറിയാം. യേശുവിന്റെ സ്വഭാവം ആത്മാവിനറിയാം. അപ്പൊ എനിക്ക് ആത്മാവിൽ ജീവനുള്ള ആളാണ്. അത് ആരുടെ ജീവനാ? യേശുവിന്റെ ജീവനാ. പക്ഷെ വേറൊരു വലിയ പ്രോബ്ലം ഉണ്ട്. ഇവിടെ ഒരു ഗവൺമെന്റ് നല്ല സുന്ദരമായിട്ട് നടക്കുന്നുണ്ട്. ഏത് ഗവൺമെന്റാ? ജഡം എന്ന ഗവൺമെന്റ് സുന്ദരമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ആത്മാവ് പറയുന്നൊന്നും ഈ ജഡം കേൾക്കുന്നില്ല. അതാണ് ഈ പ്രശ്നം. ആത്മാവ് പറയുന്നുണ്ട് യേശുവിന്റെ ജീവനാ നല്ലതെന്ന്. അപ്പൊ ജഡം പറയാം, മോനെ വേണ്ടാട്ടോ, അടി ഉണ്ടാകുന്ന ലൈഫാണ്, പ്രശ്നമാണ്, ദാരിദ്ര്യം ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, കള്ളവ പറയുന്നത്. പക്ഷെ അതെല്ലാം ഈ ഫ്ലഷ് കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മനസ്സ് പറയാം, ബുദ്ധി കൊണ്ട് ആലോചിക്കും, ജഡത്തിന്റെ ശരീരത്തിന്റെ കൂടെ പോണോ അതോ ആത്മാവിന്റെ കൂടെ പോണോ? മനസ്സാണ് ഡിസിഷൻ മേക്കർ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പൊ ഞാൻ ഈ 2-3 ദിവസം വന്ന് ആത്മാവിലാണ് ശുശ്രൂഷിക്കുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ? ഈ ആത്മാവിന്റെ ചിന്തകൾ മനസ്സിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. കാരണം വെയിറ്റ് ഓഫ് ദറ്റ് ആർഗ്യുമെന്റ്. അപ്പൊ പതുക്കെ റോമാലേഖനം 12:1 പറയുന്ന പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പം ശരീരം കരയും, നിലവിളിക്കും. ശരീരം പറയും, എനിക്ക് ആ പഴയ ആഹാരം ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ മനസ്സ് പറയും, കുറെ നാൾ ഞാൻ നിന്നെ അനുസരിച്ചതല്ലേ, ഇപ്പൊ അതിനേക്കാളും നല്ലൊരു ജീവൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി ഞാൻ ആത്മാവിനെ അനുസരിക്കാൻ പോവാ. അപ്പൊ കുറച്ചു നേരത്തേക്ക് നീ അങ്ങ് യാഗമായിക്കോ, നീ കുറച്ച് വേദന അങ്ങ് അനുഭവിച്ചോ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ മനസ്സ് എന്ത് ചെയ്തോണ്ടിരിക്കുക? ഈ ആത്മാവ് മനസ്സിനെ അങ്ങ് രക്ഷിക്കുക. മനസ്സിന്റെ രക്ഷ പൂർത്തിയായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആത്മാവും മനസ്സും ഒരുപോലെ ആവും. എൻ്റെ ആത്മാവും മനസ്സും യോജിക്കും, ഒന്നായിത്തീരും. എതിരഭിപ്രായം ഇല്ല എന്നർത്ഥം. ഇപ്പൊ ഒത്തിരി എതിരഭിപ്രായം വരും. ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ, നടക്കുവോ, ഭയങ്കര ആങ്സൈറ്റി, ടെൻഷൻ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വളർന്നു വളർന്നു വരുമ്പോഴേക്കും മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടും. ദൈവത്തിന്റെ ചിന്തകൾ, യേശുവിന്റെ ചിന്തകൾ നമുക്കുണ്ടാകും. ശരീരം എങ്ങനെയെങ്കിലും പോട്ടെ നമ്മൾ വിചാരിക്കും കുറെ കഴിയുമ്പം. അപ്പൊ അവസാനം മരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും മരിക്കുമല്ല, നമ്മുടെ ദേഹിക്ക് കിട്ടുന്ന ഒരു പ്രൊമോഷനാണ് ശരിക്കും പറഞ്ഞാൽ മരണം. ശരീരം രക്ഷപ്പെടാത്തതുകൊണ്ട് അതിനെ ഇവിടെ ഇട്ടിട്ട് ആ ശരീരം കൊണ്ട് ഇനി ദേഹിക്ക് കാര്യമില്ല. കാരണം ദേഹിയുടെ രക്ഷ പൂർത്തിയായി. ഇത് ഈ രക്ഷിക്കപ്പെട്ട ആത്മാവിന്റെ കൂടെ ഈ ദേഹി പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു, ശരീരം മണ്ണിലേക്ക് പോകുന്നു. അപ്പൊ ഈ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ക്രിസ്തുവിന്റെ ജീവൻ ആവുന്നത്ര പ്രാപിക്കുമ്പോൾ, നമ്മൾ ഒരു ദിവസം നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാകും എന്തു വലിയ ധനമാണ് ഞങ്ങൾക്ക് ആ നിസ്സാര ജീവിതത്തിൽ ദൈവം കരുതി വെച്ചിരുന്നത്. ഈ ധനത്തെക്കുറിച്ച് നിങ്ങളൊരു ഒരു ജഡീക സമൂഹത്തോട് പറഞ്ഞാൽ അവർക്കത് ഒരിക്കലും മനസ്സിലാത്തില്ല. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ആത്മീകർ എന്ന പോലെ, ആത്മാവ് നടത്തുന്നവരെ എന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല, പ്രാണൻ നടത്തുന്നവരെ പോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പാലത്രേ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. അത് തന്നെയാണ് എബ്രായ ലേഖനത്തിന് പറയുന്നത്. നിങ്ങൾക്ക് പാലേ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് കൂടുതൽ തെളിയിച്ചു തരാൻ സാധിക്കാത്ത ഒരു ഗതികേടിലാണ്. അപ്പൊ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം. അതായത് റോമാലേഖനം 11 വരെ തിയോളജി പറഞ്ഞ ശേഷം 12-ാം അധ്യായത്തിലേക്ക് പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും, അത് പരിജ്ഞാനം പറയാതെ അത് പറയാൻ പറ്റില്ല. പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കില്ല പരിജ്ഞാനം എന്ന വിഷയം ഓപ്പൺ ചെയ്യാതെ. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ലിങ്ക് മാത്രം പറയാം. പരിജ്ഞാനത്തിലേക്ക് കടക്കാനുള്ള തലം ഇതാണ്. ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന എൻ്റെ മനസ്സ് യേശുവിങ്കിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഇനി നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാണ് ഈ ജീവനെ തരുന്നതെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനയെ മാനസാന്തരപ്പെടുത്തുന്നു, നമ്മുടെ പ്രാർത്ഥനയെ വ്യത്യാസപ്പെടുന്നു. ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് രാത്രി 3 മണി വരെ അവരോട് സംസാരിച്ചിരിക്കുമായിരുന്നു. 1 മണിക്കൂർ ഉറങ്ങി. 4 മണിയായപ്പോൾ എഴുന്നേറ്റ് റെഡിയായി വേണാട് എക്സ്പ്രസ്സിന് കയറി പോരുക. അപ്പം തിരുവല്ല എത്തിയപ്പോഴേക്കും അവർ ഫോൺ ചെയ്തു,
പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു എന്ത് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? പഴയ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയാം, നീ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, മിണ്ടാതിരി, ധൈര്യമായിട്ട് വിശ്വസിക്കും, ഞാൻ തന്നേക്കാം, ചെയ്തേക്കാം, പിന്നെ എന്നാ പ്രാർത്ഥിക്കാനാ? കർത്താവ് പറയാ, കർത്താവേ എൻ്റെ അഡ്മിഷൻ, മോൻ്റെ അഡ്മിഷൻ, ഇപ്പൊ കർത്താവ് പറയാ ഞാൻ പ്രാർത്ഥിക്കാം, എൻ്റെ മോൻ്റെ അഡ്മിഷൻ ശരിയാക്കി തരണേ. കർത്താവ് പറയാം, നീ മിണ്ടാതിരി, നീ എന്തിനാ ഭാരപ്പെടുന്നത്, ഞാനുണ്ടല്ലോ, പിന്നെ എന്നാ പ്രാർത്ഥിക്കാൻ? ദൈവത്തിൽ ട്രസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പറഞ്ഞു കർത്താവ് കേട്ടു എന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ ഉപവാസം എടുക്കുന്നത്? അവരവരെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, 1 മണിക്കൂറായി ട്രൈ ചെയ്യുന്നു, ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എല്ലാം ദൈവം പറയും, നീ ഇതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട, ഞാൻ നോക്കിയോളാം. പിന്നെ എന്താ പ്രാർത്ഥന? പിന്നെ ഞാൻ രണ്ടാമത് അവിടെ പോകേണ്ടി വന്നു. പ്രാർത്ഥിക്കേണ്ടത് എന്താന്ന് പറയാൻ, ഇത് 3-4 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ മാനസാന്തരപ്പെടണം. ഈ പ്രാർത്ഥിക്കരുതെന്നല്ല, എന്തു വേണേലും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിക്കാത്ര വേണ്ടത്. അപ്പൊ എന്ത് തരും? സമാധാനം തരും. നിങ്ങൾ ചോദിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിലും ഭയങ്കര സമാധാനമായിരിക്കും. മതിയല്ലോ, അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന. വിചാരപ്പെട്ട എന്ത് പറ്റുമെന്ന ഇന്നലെ നമ്മൾ കണ്ടത്? മറന്ന മാമോനെ സേവിക്കും, ഓർമ്മയില്ലേ? അത് തന്നെ, വിചാരപ്പെട്ട മാമോനെ സേവിക്കും. അതുകൊണ്ട് വിചാരപ്പെടരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണ്, അയ്യോ കർത്താവെ എന്ത് ചെയ്യും എന്നൊരു ഭയമോ വിഷമമോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തോന്നിയാൽ, ഒരു രോഗമാകട്ടെ, പ്രയാസമാകട്ടെ, ദുഃഖമാകട്ടെ, എന്തെങ്കിലും തോന്നിയാൽ സ്തോത്രത്തോടെ കർത്താവെ നീ എല്ലാം അറിയുന്നുണ്ടല്ലോ, നീ തന്നെയാ രാജാവ്, നന്ദി എന്നും പറഞ്ഞോണ്ട് അവന്റെ സന്നിധിയിലേക്ക് വിഷയം വെച്ചേരെ. ഒരു ബുദ്ധിക്കും മനസ്സിലാകാത്ത സമാധാനം കൊണ്ട് അവൻ നിങ്ങളെ നിറച്ചോളും. അപ്പോ ഈ ഉപജീവന ചിന്തകൾ കടന്നു വന്നിട്ട് മാമോന്റെ പുറകെ പോകുന്ന വലിയ അപകടം, മാമോന്റെ പ്രവാചകരുടെ കൂടെ പോകുന്ന വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കും, തക്കതായിട്ട് പ്രാർത്ഥിച്ചാൽ. അല്ലെങ്കിൽ നമ്മൾ മാമോന്റെ പ്രചാരകരായ പ്രവാചകന്മാരുടെയും ശുശ്രൂഷകരുടെയും അടിമകളായി പോകും. നമ്മൾ അവിടെ ചെല്ലുമ്പോഴറിയുന്നത് ഈ ലോകത്തിതെല്ലാം അടിച്ചു തീർത്തു പോകും. ഫോർ എക്സാമ്പിൾ, ഞാൻ പണ്ട് ഇങ്ങനൊരു കഥ പറയുമായിരുന്നു. ഞാനും പൗലോസും കൂടെ കർത്താവിന്റെ ബീമാ സീറ്റിന് മുമ്പിൽ പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുക. എന്തൊരു കാഴ്ചയായിരിക്കും. അപ്പൊ കർത്താവ് പൗലോസിനോട് ചോദിക്കുക, പൗലോസ് നീ വിശ്വാസിയാണോ? വിശ്വാസത്തിനാണല്ലോ പ്രതിഫലം, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? വിശ്വാസത്തിനാണ് പ്രതിഫലം. വിശ്വാസത്തിന്റെ പ്രവൃത്തികൾക്കേ പ്രതിഫലമുള്ളൂ. എന്തുമാത്രം നമ്മൾ ജീവന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു, ആ ജീവന്റെ പ്രവൃത്തികളാണ് അവിടെ പ്രതിഫലത്തിന് യോഗ്യമാകുന്നത്. ബാക്കിയെല്ലാം കറപുരണ്ട തുണികളാണ്. ഇപ്പൊ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പം പൗലോസിനോട് കർത്താവ് ചോദിക്കുക, പൗലോസ് നീ വിശ്വാസിയാണോ? പൗലോസ് പറയും, അതെ കർത്താവേ. നീ എന്താ വിശ്വസിച്ചത്? ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എന്തിനു വേണ്ടിയാണെന്നറിയോ? നീതിയുടെ കിരീടം കിട്ടുമെന്ന് വിചാരിച്ചാണ്. അപ്പൊ വിശ്വാസം എന്ന ചൂണ്ടയിട്ട് പൗലോസ് എന്തിനാ പിടിച്ചത്? നീതിയെ. അപ്പൊ കർത്താവ് പറഞ്ഞു, ഓക്കെ, നീ വിശ്വസിച്ചത്, നീ ഉന്നം വെച്ചത് നിനക്ക് തന്നിരിക്കുന്നു, ഇതാ നീതിയുടെ കിരീടം, പൊയ്ക്കോ. അടുത്തത് ഞാനാ. എന്നോട് കർത്താവ് ചോദിക്കുക, നീ വിശ്വാസിയാണോടാ? ഞാൻ പറഞ്ഞാണ്. എന്താ വിശ്വസിച്ചത്? ദൈവം എന്നെ അനുദിനം നടത്തുമെന്ന് വിശ്വസിച്ചു. കർത്താവെ, നിന്നെ ഞാൻ നടത്തിയോ? നടത്തി. കർത്താവെ, എനിക്കൊരു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, നീ എനിക്ക് വീട് തന്നു. വീട് കിട്ടിയല്ലോ, കിട്ടി. വയറുവേദന സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു, പല ഡോക്ടർമാരുടെ അടുത്ത് പോയി, അവസാനം നീയാണ് സൗഖ്യം തന്നത്. അന്ന് പ്രത്യേകിച്ച് എന്നെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചു, യേശു ആണ് സൗഖ്യം തന്നതെന്ന്. ഞാൻ ഇന്നും അത് മറന്നിട്ടില്ല. നീ എനിക്ക് സൗഖ്യം തന്നതിനായിട്ട് സ്തോത്രം. അപ്പൊ കർത്താവ് പറയും, സൗഖ്യം കിട്ടിയല്ലേ? കിട്ടി. ഓക്കെ, ശരി, എന്നാ പോയിക്കോ. ഇപ്പൊ കിരീടം, നീ വിശ്വസിച്ച എന്താണോ അത് നിനക്ക് കിട്ടി, അവൻ വിശ്വസിച്ചത് എന്താണോ അത് അവന് കിട്ടി. അപ്പോഴാ മനസ്സിലാകുന്നത്, കർത്താവിന്റെ ജീവന്റെ ധനമായ നീതിയും വിശുദ്ധിയും പ്രാപിക്കാൻ വേണ്ടി എനിക്ക് തന്ന വിശുദ്ധ വിശ്വാസത്തെ ഞാൻ ഈ ലോകത്ത് പുട്ടടിച്ച് തീർത്തു എന്നുള്ള വിഷയം. ഞാനും വിശ്വാസിയാ. 40 ദിവസം ഇരുന്നാ വിശ്വസിച്ചാ പ്രാർത്ഥിച്ചാ വീട് പണിത്. ചില്ലറ വിശ്വാസിയാണോ? പക്ഷെ എന്താ ഗതി? അങ്ങോട്ട് പോയപ്പോ കൊണ്ടുപോകാനുള്ള ഒരു സാധനവും ഈ വിശ്വാസം കൊണ്ട് നേടിയിട്ടില്ല. അങ്ങോട്ട് പോകുമ്പം കൊണ്ടുപോകാനുള്ള നിത്യതയിൽ നിലനിൽക്കുന്ന ഒരൊറ്റ സാധനം പോലും. ഈ ഗതികേടിൽ നിങ്ങൾ പോയി നിൽക്കുമ്പം, ഞാനോ നിങ്ങളോ പോയി നിൽക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടി വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾ അങ്ങോട്ടും പറയും, നമ്മുടെ സഭയിൽ കർത്താവ് പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞായിരുന്നു? ഈ പുട്ടടിക്കാനുള്ളതല്ല ഇത്, നിത്യജീവന് വേണ്ടി കരുതി വെക്കാനുള്ളതാണ്. ഈ ലോകത്തെ ജീവിതം സുന്ദരമാക്കാൻ വേണ്ടിയുള്ളതല്ല വിശ്വാസം, അതൊരാശ്രയമാണ്. അത് ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ടെന്നുള്ളത് ആ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അങ്ങനെ കിടന്നോട്ടെ. പക്ഷെ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും കരയേണ്ടതും
സ്വർഗീയനായ പുത്രൻ ഇവിടെ എങ്ങനെ ജീവിച്ചോ ആ ജീവന്റെ പങ്കാളിത്തം ലഭിക്കാൻ വേണ്ടിയാണ്. അതിന് മാത്രമേ നിലനിൽക്കുന്ന പ്രതിഫലമുള്ളൂ എന്ന കാര്യം നമ്മൾ ഒരിക്കൽ കൂടി ഇന്ന് രാത്രി കേൾക്കുകയാണ്. ഇത് നിത്യജീവൻ വരെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിശ്വാസവും നീതിയും നമ്മൾ തമ്മിൽ കണക്ട് ചെയ്തു. നമ്മൾ ഇന്നലെ വിശ്വാസത്തെക്കുറിച്ച് കണ്ടു, മിനിയാന്ന് പാപത്തെക്കുറിച്ച് കണ്ടു, ഇന്ന് നീതിയെക്കുറിച്ച് കണ്ടു. പാപം, വിശ്വാസം, വിശ്വാസത്തിലൂടെ നീതി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്ന നാലാമത്തെ കാര്യം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. സോറി, 16:8. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും, അതാണ് നമ്മുടെ ഇനി അവശേഷിക്കുന്ന ഭാഗം, ന്യായവിധിയെക്കുറിച്ചും. നമ്മൾ സാധാരണ ന്യായവിധി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ന്യായവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരുടെ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും. ഇങ്ങനൊരു സുവിശേഷം ഇല്ല കേട്ടോ. കാരണം മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും, മര്യാദയ്ക്ക് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. എത്ര പേര് കേട്ടു ഞാൻ പറഞ്ഞ്? നിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചാലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. കള്ളു കുടിച്ചാൽ സ്വർഗത്തിൽ പോകില്ല, കള്ളു കുടിച്ചില്ലെങ്കിലും സ്വർഗത്തിൽ പോകില്ല. കേട്ടോ, മനസ്സിലായോ? മര്യാദയ്ക്ക് ജീവിച്ചാലും സ്വർഗത്തിൽ പോകില്ല. വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങളിൽ ആരും സ്വർഗത്തിൽ പോകില്ല, എത്ര മര്യാദയ്ക്ക് ജീവിച്ചാലും പോകില്ല. അപ്പൊ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലെങ്കിൽ പിന്നെ ദൈവത്തിന്റെ ആത്മാവ് വിശ്വാസിക്ക് എന്ത് ന്യായവിധിയെക്കുറിച്ചാണ് ബോധ്യം വരുത്തുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ന്യായമായിട്ട് എന്നെ ദൈവം വിധിച്ചാൽ ഞാൻ എവിടെ കിടക്കണം? ഇപ്പോഴും നരകത്തിലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ന്യായമായ ഒരു വിധിയല്ല, കൃപയിലുള്ളൊരു വിധിയാണ് നമുക്ക് ലഭിക്കുന്നത്. സ്വർഗത്തില് ഒരൊറ്റ മെറിറ്റ് സീറ്റേ ഉള്ളൂ, അവിടെ യേശു ഉണ്ട്. ബാക്കിയെല്ലാം കൃപാസീറ്റുകളാണ്. ആ ഏകന്റെ അനുസരണത്താൽ നമുക്ക് കിട്ടിയ കൃപാസീറ്റുകളിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ന്യായവിധി, എന്ത് ന്യായവിധിയെക്കുറിച്ചാണ്? സകല മതങ്ങളിലെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമും യേശു രണ്ടാമത് വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനൊരു വലിയൊരു അപകടമുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇസ്ലാം യേശു രണ്ടാമത് വരുമെന്ന് പറയുന്നത്, യേശു ആദ്യം ഇവിടെ വന്നപ്പോൾ മരിച്ചില്ലായിരുന്നു, യൂദാസാണ് മരിച്ചത്. യേശുവിനെ അപ്പം പിതാവ് മാറ്റുമായിരുന്നു. അതുകൊണ്ട് ഒന്നും കൂടെ മരിക്കാൻ വരുന്നു എന്നാണ്. സത്യത്തിൽ അത് മരിക്കാൻ വരുന്ന അന്തിക്രിസ്തുവാണ്. അവർ അന്തിക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കാനുള്ള ഒരു സംഘമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്, നമുക്കത് സംസാരിക്കാൻ ഇപ്പോൾ സമയമല്ല, ഞാൻ അതിൻ്റെ ആളുമല്ല. ഓക്കെ, നമ്മൾ സ്പെക്കുലേഷനിലൂടെ അല്ല വെളിപ്പാട് പഠിക്കേണ്ടത്. ഞാൻ ഒരു ചിന്ത പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. എല്ലാ മതങ്ങളിലും ഈ ന്യായവിധിയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ ഉണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ന്യായവിധി ഇനി നടക്കാൻ പോകുന്ന ന്യായവിധി അല്ല. കേട്ടോ, ഇനി നടക്കാൻ പോകുന്ന ന്യായവിധി അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. വായിച്ചു, താഴോട്ട് വായിച്ചു. അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും, അത് നമ്മൾ കണ്ടു. പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, അത് നമ്മൾ കണ്ടു. അടുത്തത്, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും. അപ്പൊ ഏത് ന്യായവിധിയെക്കുറിച്ചാ? ഈ ലോകത്തിന്റെ പ്രഭുവിന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ ന്യായവിധിയെക്കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയോ? മോനെ, ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടതാ, ന്യായവിധിയാ, മരണമാ, നാശമാ, അതിന്റെ പുറകെ പോകല്ലേ. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വെറും ശബ്ദം മാത്രമാണോ? അപ്പോ ഈ ശബ്ദങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കേൾക്കുന്നുണ്ടോ? ഈ ലോകത്തിന്റെ മഹത്വമുള്ള ഒരു കാര്യം കാണുമ്പോൾ അതെല്ലാം നാശത്തിന്റെ മുദ്രയുള്ളതാണ് എന്ന ആത്മാവിന്റെ ശബ്ദം നിങ്ങളെ അതിനെ ഭയപ്പെടുത്തുന്നുണ്ടോ? ആളുകൾ ഞെളിഞ്ഞ് വലിയ കാറിൽ പോകുമ്പോൾ, എനിക്കിങ്ങനത്തെ ഒരു കാർ കിട്ടിയില്ലല്ലോ കർത്താവ് എന്ന് പറയുമ്പോൾ ആത്മാവ് ഉള്ളിൽ നിന്ന് പറയും, നശിച്ചതാ മോനെ എല്ലാം ലോകത്തിന്റെ മഹത്വം. കേൾക്കാറുണ്ടോ ശബ്ദം? അതോ വിശ്വസിച്ചാൽ നിനക്കും കിട്ടും, ഒന്ന് വണങ്ങിയാൽ നിനക്കും കിട്ടും എന്നുള്ള ശബ്ദമാണോ കേൾക്കുന്നത്?
നമ്മൾ ഏത് ജീവനാ പ്രാപിച്ചിരിക്കുന്നത്, ഏത് ജീവനാ ജീവിക്കുന്നത്? ഈ ജീവൻ മഹത്വം ഇതിനെ വേർതിരിച്ചെടുക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധ്യം തരണം എന്താണ് നിലനിൽക്കുന്ന മഹത്വം, എന്താണ് നശിച്ചു പോകുന്ന മഹത്വം. ഇത് നമ്മൾ ഓരോ വസ്തുവിനെ കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ സെൻസ് ഉണ്ടാകണം. എന്ത് നല്ല ജീവിതമായിരിക്കും അത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് ഭയങ്കര മഹത്വകരമായ ജീവിതം തന്നെയാണ്. എൻ്റെ മകൻ ചെറുപ്പത്തിലെ പറയുമായിരുന്നു, 9ാം ക്ലാസ് വരെ ഞാൻ പഠിക്കാൻ പോകുന്നുള്ളൂ, അത് കഴിഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പോവാം. ഇപ്പം അവൻ 10ലോട്ട് കയറി. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നീ പണ്ടിങ്ങനെ ഒന്ന് പറഞ്ഞായിരുന്നല്ലോ, കാരണം ഇനി ഞാൻ കാരണം അവൻ്റെ വിളി മുടക്കണ്ട. 9ാം ക്ലാസ് കഴിഞ്ഞ് നീ സുവിശേഷ വേലയ്ക്ക് പോവാ, 10ാം ക്ലാസ്സിലോട്ട് പോകുന്നില്ല, നീ പണ്ട് പറഞ്ഞായിരുന്നല്ലോ, എന്താ അഭിപ്രായം? അപ്പോൾ അവൻ പറഞ്ഞു, ഞാനെപ്പോൾ പറഞ്ഞു? വളരെ ചെറുപ്പത്തിലേ പറഞ്ഞ കാര്യമാണ്. ഞാനങ്ങനെ പറഞ്ഞായിട്ട് ഓർക്കുന്നില്ല, കാരണം 4 വയസ്സോ 5 വയസ്സുള്ളപ്പോൾ പറഞ്ഞ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടന്നെന്നുള്ളതേ ഉള്ളൂ. സപ്പോസ് അവൻ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് പഠിക്കാതെ ഇറങ്ങി എന്ന് വിചാരിച്ചോ. അവൻ സഭയിൽ വന്ന്, ഈ സഭയിലാന്ന് വിചാരിച്ചോ, ഈ സഭ വന്ന് സാക്ഷ്യം പറയാണ്, എൻ്റെ കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് പോകാൻ വേണ്ടി വിളിച്ചിരിക്കുക, ഏത് സമയത്ത് വേണ്ടി കർത്താവ് വരാം, ഇനി 10ാം ക്ലാസ് പഠിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പോവാം എന്നെങ്ങാനും അവൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പറയും, ജെയ്സ് പാസ്റ്ററുടെ മോൻ എത്ര ഭക്തിയോടെ വളർന്നേക്കുന്ന, എന്ത് ദൈവഭയം, എന്ത് പ്രത്യാശ എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഏറ്റവും പുറകിലത്തെ കസേരയിൽ കരയണോ ചിരിക്കണോ എന്നറിയാത്ത 2 പേര് കാണും. അത് ഞാനും അവൻ്റെ അമ്മയുമായിരിക്കും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? എല്ലാവരുടെയും പിള്ളേര് സമർപ്പണം കാണിക്കുമ്പോൾ എന്ത് രസം, എന്തൊരു സ്തോത്രം. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, അവൻ്റെ കൂടെയുള്ള വേറൊരാൾക്ക് ഇതേ വിളി കിട്ടിയെന്ന് വിചാരിച്ചോ. ഇവൻ 9ാം ക്ലാസ്സിൽ വിളി കിട്ടിയപ്പോഴേ പഠിത്തം നിർത്തി സുവിശേഷ വേലയ്ക്ക് പോയിരുന്നു. മറ്റവൻ ഭീകരമായി പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ വലിയ ഡോക്ടറോ കളക്ടറോ ഒക്കെ ആയെന്ന് വിചാരിച്ചോ. അവൻ്റെ വിശ്വാസം ഉള്ളിൽ കിടപ്പുണ്ട്, പക്ഷെ അവൻ തക്ക സമയത്ത് അനുസരിച്ചിട്ടില്ല. ഇവർ 2 പേരും നിങ്ങളുടെ ചർച്ചിലേക്ക് വന്നാൽ 9ാം ക്ലാസ് പഠിച്ച് ഉപദേശിക്കായിരിക്കോ, കളക്ടറായിട്ട് വന്ന് 10 മിനിറ്റ് സംസാരിക്കുന്ന ആൾക്കായിരിക്കോ കൂടുതൽ സമയം കിട്ടുന്നത്? ആണല്ലേ? അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ അനുസരിക്കുന്നവർക്കല്ല മഹത്വം. കളക്ടറായ തെറ്റാണോ? ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ പാസ്റ്റർ എന്ന് പറയും നിങ്ങളെല്ലാവരും 9ാം ക്ലാസ് വെച്ച് സുവിശേഷ വേലയ്ക്ക് പോകണം. അങ്ങനല്ല. നിങ്ങൾ ഈ കളക്ടറിന് കൊടുക്കുന്ന ഒരു മഹത്വം ഉണ്ടല്ലോ, വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ഒരു മഹത്വം, പണത്തിന് കൊടുക്കുന്ന ഒരു മഹത്വം, ഇതെല്ലാം വേണം. പക്ഷെ അതിന്റെ മഹത്വമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി. അത് എന്നെ ദൈവം പഠിപ്പിച്ചത് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന സമയത്താണ്. അപ്പൊ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു ഡോക്ടറാക്കണം. അപ്പം ഞാൻ വിചാരിച്ചു, ശരി, ഡിഗ്രി കഴിഞ്ഞ 1 വർഷം ഇരുന്ന് പഠിച്ച് MBBS എൻട്രൻസ് ഒന്നുകൂടെ എഴുതിയേക്കാം എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ആടുകളെ മേയ്ക്കുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാക്യമാകാനുള്ള കാരണം കർത്താവ് എന്നോട് ആ ചോദ്യം ചോദിച്ചോണ്ടാണ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, കർത്താവിനോട് ഞാൻ പറയാം, കർത്താവേ, ഞാൻ ആദ്യം ഒരു ഡോക്ടറായിട്ട്, ഒരു മിഷണറി ഡോക്ടറായിട്ട് എവിടെയെങ്കിലും പോയി നിനക്ക് വേണ്ടി വർക്ക് ചെയ്തോളാം. അപ്പോൾ കർത്താവിനോട് ചോദിച്ചു, നീ എന്തിനാ ഡോക്ടറാകുന്നു? രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടി, അവർക്ക് സുഖം ആശ്വാസം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിലൂടെ ഒരു രോഗി സൗഖ്യമാകണമെങ്കിൽ അതിന് നീ 5 വർഷം പോയി കഷ്ടപ്പെടേണ്ട എന്താ ആവശ്യം? എനിക്കൊരു വാക്ക് കൽപ്പിച്ചാലോ അവനെ സൗഖ്യമാക്കിക്കൂടെ? അപ്പോഴാ ഞാൻ മനസ്സിലായത്, എനിക്ക് ഈ രോഗിയെ സൗഖ്യമാക്കാനൊന്നും അല്ല, എനിക്ക് ഡോ എന്ന തലയും MBBS എന്ന വാലും വേണം. കാരണം ഈ ലോകത്തിലെ അറ്റാച്ച്ഡ് മഹത്വം എനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഞാൻ അങ്ങനെ എന്നെ ഒരു ഡോക്ടറായിട്ട് കർത്താവിന് വേണമായിരുന്നെങ്കിൽ അന്നേരം ഒന്നും കർത്താവ് മിണ്ടാതിരുന്ന് ഞാനൊരു ഡോക്ടറായ സെഷനെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. മിഷണറി ഡോക്ടർമാർ അങ്ങനെ ഉണ്ടാകുന്നത്. ഡോക്ടർമാരെ കർത്താവ് വിളിക്കുമ്പോൾ മിഷണറി ഡോക്ടറോ, എന്നെ വിളിച്ചാൽ ഞാൻ അപ്പോഴേ മിഷണറിയാ. ഏതിനാ മഹത്വം? അപ്പോഴേ അനുസരിക്കുന്നതിനാ മഹത്വം. അത് ഏത് പോയിന്റായാലും അപ്പോഴേ അനുസരിക്കുന്നതിനാ മഹത്വം. പക്ഷെ നമ്മൾ മഹത്വം കാണുന്ന എവിടെയാ? എന്തെങ്കിലുമൊക്കെ ലോകത്തിൽ നശിച്ചു പോകുന്ന കുറെ സാധനങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു മഹത്വം ഫീൽ ചെയ്യത്തുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മനുഷ്യൻ ഇങ്ങനെ, അന്ധനായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോയാൽ, അപ്പൊ പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ തപ്പി കാലുകൊണ്ടൊക്കെ തപ്പിക്കൊണ്ട് പോകുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് പുള്ളി കുറെ പേപ്പറുകളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഇനി തപ്പി നോക്കിയപ്പം ചിലത് നല്ല മിനുസാ,
അതെല്ലാം അവൻ മടക്കി പോക്കറ്റ് വെച്ചു. വേറെ 1-2 പേപ്പർ കണ്ടപ്പോൾ അത് ഒരു സുഖമില്ല കാണാൻ, വലിച്ചു കീറി ദൂരോട്ട് കളഞ്ഞു. സത്യം പറഞ്ഞ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വലിച്ചു കീറി കളഞ്ഞ ഒരു 500 രൂപ നോട്ടായിരുന്നു. മടക്കി വെച്ചത് ആ പെരുന്നാളിന് ഒട്ടിച്ചിരുന്ന കുറെ തോരണങ്ങളാണ്. അവസാനം ഇവൻ ഇതെല്ലാം മടക്കി കൊണ്ടുവന്നു. ഭയങ്കര നല്ല രസമുള്ള സാധനങ്ങളാന്ന് വിചാരിച്ചു ഇതെല്ലാം പറക്കിയേക്കുന്നത്. ഇങ്ങനെ പറക്കി വീട്ടിലും നാട്ടിലും മുഴുവൻ ഇങ്ങനെ നിലനിൽക്കാത്ത, ധനമില്ലാത്ത, വിലയില്ലാത്ത, യഥാർത്ഥ വാല്യമില്ലാത്ത തോരണങ്ങൾ കൊണ്ട് നമ്മളങ്ങ് നിറയ്ക്കുക. നിറയ്ക്കുന്നതും പോട്ടെ, അതാരെല്ലാം നിറച്ചോട്ടെ. ഈ അകത്ത് ആത്മാവുള്ള പാവം വിശ്വാസം ഇത് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ കുറെ വേസ്റ്റ് പ്രോഡക്റ്റ് എപ്പോൾ കിട്ടും കർത്താവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവന്റെ കാര്യത്തിൽ കാണുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകത്തു. ഇത് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് തോന്നുക. പക്ഷെ ഇതൊക്കെ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിനൊത്തും അതിൽ നിങ്ങൾ എന്തുമാത്രം ഞരങ്ങുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് യേശുവിന്റെ ജീവന്റെ അവകാശം ലഭിക്കത്തുള്ളൂ. അത് നമ്മുടെ ആഗ്രഹവും കൂടെയാണ്. എന്തുമാത്രം യേശുവിനെ ഒരു സഭയിലുള്ള എല്ലാവരും യേശുവിന്റെ പെർഫെക്ഷൻ ഉണ്ടെന്ന് പോകാൻ പോകുന്നില്ല. പക്ഷെ ഒരാൾ പോയാൽ അത് ഞാനായിരിക്കണമെന്ന് തോന്നണം. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വരുത്തുന്ന ചില ഷാർപ്പ് ഡിവിഷൻസ് നമ്മൾ ഇന്നലെ കണ്ടു. പ്രാണനും ആത്മാവിനെയും വേർതിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഇന്ന് നമ്മൾ കാണുന്നത് നിലനിൽക്കുന്ന മഹത്വവും നിലനിൽക്കാത്തതിനെയും വേർതിരിക്കുന്ന ദൈവാത്മാവിന്റെ ജഡ്ജ്മെന്റ്, ഡിസൈൻമെന്റ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് ഈ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു വാക്കും കൂടെ അഡീഷണൽ ആയിട്ട് പഠിക്കാനുണ്ട്. കൃപ. നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കും, ഈ എന്തിനാ ഈ മഹത്വവും കൃപയും തമ്മിൽ എന്താ ബന്ധമെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, കൃപ ഈസ് ഈക്വൽ ടു മഹത്വം. ഈ കൃപ എന്ന വാക്ക് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കൃപക്കാരും ഈ നാട് വിടും, അതിനെതിർത്തവരും നാട് വിടും. കാരണം കൃപ ഇതൊന്നുമല്ല. നമുക്കൊരു വാക്യം വായിക്കാം. എന്താ കൃപയും തേജസ്സും, അതായത് കൃപയും മഹത്വവും തമ്മിലുള്ള ബന്ധം? നിലനിൽക്കുന്ന മഹത്വം ഒരു കൃപയാണ്. ഓക്കെ, നമുക്കത് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കാം. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്, മഹത്വം, പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. John chapter 1 verse 14, and the word became flesh, വചനം ജഡമായി തീർന്നു, and dwelt among us, ഞങ്ങളുടെ ഇടയിൽ പാർത്തു. And we have seen his glory, ഞങ്ങൾ അവന്റെ മഹത്വത്തെ, തേജസ്സിനെ കണ്ടു. കൃപയും സത്യവും നിറഞ്ഞവനായി. അതെന്തായിരുന്നു? പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിരുന്നു. ഇത് കൃപ എന്ന വാക്കിന്റെ 3 വ്യത്യസ്ത അർത്ഥങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുന്നത്. കൃപ എന്ന വാക്കിന്റെ ഏറ്റവും സ്വാഭാവികമായ അർത്ഥം നമുക്കറിയാം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇപ്പം പാട്ട്, ഇത്രയും മുമ്പ് നമ്മൾ പാട്ട് കേട്ടു, ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നി കാണുമായിരിക്കും, എന്ത് കൃപയുള്ള ശബ്ദം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്തർഹിക്കാത്ത ദാനമുള്ള ശബ്ദം എന്നാണോ? ആണോ അല്ലയോ? അല്ല. യേശുവിൽ കൃപ നിറഞ്ഞിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്തോ ഒരു അർഹിക്കാത്ത ദാനങ്ങളാ യേശുവിൽ നിറഞ്ഞിരുന്നെന്നാണോ? അല്ലല്ലോ, അല്ല. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലേ, എന്ത് കൃപയുള്ള സംസാരം, എന്ത് കൃപയുള്ള വ്യക്തി, എന്ത് കൃപയുള്ള നടപ്പ്, ഇടപെടൽ പറയാറില്ലേ? അതിനർത്ഥം എന്താ? നിങ്ങൾ ഡിക്ഷണറി പോയി ഒന്ന് നോക്കണേ. ഇംഗ്ലീഷ് ഡിക്ഷണറിയോ മലയാളം ഡിക്ഷണറിയോ നിഘണ്ടു എന്തെങ്കിലും പോയി നോക്കിയിട്ട് കൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗ്രേസ്ഫുൾ. നിങ്ങൾ കേട്ടില്ല? എന്ത് ഗ്രേസ്ഫുൾ ആണ്, ഹീസ് വെരി ഗ്രേസ്ഫുൾ, ഷീസ് വെരി ഗ്രേസ്ഫുൾ എന്ന് പറഞ്ഞെന്താ? ഒന്നാമത്തെ മീനിങ് എന്ന് പറയുന്നത് അലൗകികമായ, ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത, അതായത് ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ളതല്ലാത്ത അലൗകികമായ ഒരു സൗന്ദര്യം എന്ന് അതിനർത്ഥം. എന്ത് ഗ്രേസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൗകികമായ സൗന്ദര്യം, അതായത് നോട്ട് എ വെൽ ഡിഫൈൻഡ് ബ്യൂട്ടി,
ബട്ട് എൻ എതറിയൽ ബ്യൂട്ടി, എ ബ്യൂട്ടി ദാറ്റ്സ് ഫ്രം ദ ഹെവൻ. വേറൊരു ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് ഈസ് എ ക്വാളിറ്റി ദാറ്റ് മേക്സ് സംതിങ് അട്രാക്റ്റീവ്, ബ്യൂട്ടിഫുൾ ആൻഡ് പ്ലീസിങ്. നമുക്ക് ആകർഷണം തോന്നുന്ന, ലൗകികമല്ലാത്ത, മനോഹരമായ, നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രത്യേക ക്വാളിറ്റിനെയാണ് ഗ്രേസ് എന്ന് പറയുന്നത്, കൃപ എന്ന് പറയുന്നത്. യേശുവിൽ അത് ധാരാളം ഉണ്ടായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശുവിനെ കാണുന്നവൻ അവന്റെ ലൗകികമായ സൗന്ദര്യമല്ല അവൻ കണ്ടത്, പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ സൗന്ദര്യമാണ് കണ്ടത്. അതേത് കുഞ്ഞിനും കാണാമായിരുന്നു. ഏത് കുഞ്ഞിനെ കണ്ടാലും യേശുവിൻ്റെ അടുത്തേക്ക് ഓടിച്ച് എല്ലാം തോന്നുമായിരുന്നു. ഏതു പാപിക്കും അവന്റെ കാൽക്കൽ പോയി വീഴണമെന്നും കെട്ടിപ്പിടിക്കണം തോന്നുമായിരുന്നു. നമ്മളെ കാണുമ്പം പാപികൾ ഓടി ഒളിക്കുക, കാരണം നമ്മൾ പരീശന്മാരെ പോലെ കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെ അടുത്ത് നിങ്ങൾ എങ്ങനെ അവതരിക്കുന്നത്? ഞങ്ങൾ വിശുദ്ധന്മാരും നിങ്ങൾ നന്നാവാത്തവരെന്നുള്ള രീതിയിലാണോ? നിങ്ങൾ യേശുവിന്റെ കൃപയല്ല കാണിക്കുന്നത്. അവരുടെ മുൻപിൽ നിങ്ങൾ അവരെ കെട്ടിപ്പിടിക്കുന്ന, അവരെ സഹായിക്കുന്ന അവരുടെ ദാസന്മാരായി കാണണം. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദായെ വിട്ടത് എന്തിനാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുവിനെ അമ്മമാർക്ക് അറിയാൻ മേലായിരുന്നോ? ഇന്നത്തെ കാലത്ത് ഒരു പാസ്റ്ററും വിശ്വാസിയും കൂടെ പോയാൽ എല്ലാവർക്കും മനസ്സിലാവും ഏതാ പാസ്റ്റർ ഏതാ വിശ്വാസി. പക്ഷെ അന്ന് ഈ ഭടന്മാരെ യേശുവിനെ പിടിക്കാൻ വിടുമ്പം യേശു ആരാന്ന് മനസ്സിലാക്കാൻ ഒരു വഴിയില്ല. യേശു ശിഷ്യന്മാരോടൊപ്പം നടക്കുമ്പം ഇതേതാ യേശു, ഏതാ യൂദാസ്, ഏതാ പത്രോസ് ഒന്നും ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പൊ യൂദാസ് പറഞ്ഞു, നിങ്ങൾക്കിത് അറിയാൻ വഴിയില്ല, കാരണം അവൻ സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നത്, ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്നത്. ലോകത്തിന്റെ ഒരു മഹത്വവും അവൻ സ്വീകരിച്ചിട്ടില്ല. അവൻ ജനിക്കാൻ തീരുമാനിച്ചപ്പോൾ പുൽക്കൊടിലാണ് ഒരു മഹത്വവും ഇല്ലാത്ത, എന്നാൽ ആർക്കും ഓടിച്ചെല്ലാൻ പറ്റുന്ന കൃപ നിറഞ്ഞ ഒരു പെർഫെക്ഷൻ യേശുവിൽ ഉണ്ടായിരുന്നു. അത് ഏത് കുഞ്ഞിന് ഓടിച്ചെല്ലായിരുന്നു. അവൻ സാധാരണക്കാരൻ. അപ്പം യൂദാ പറയാണ്, ഈ ഒരു സന്യാസി ലുക്കൊന്നും യേശുവിനെ കണ്ട ഇല്ല. അതെല്ലാവരും ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ യോഹന്നാൻ സ്നാപകനൊക്കെ ഉപവാസം എടുത്ത് എന്താ പറയുന്നത്, കഷ്ടപ്പെട്ട് തോൽവാറും അണിഞ്ഞ് നടന്ന്, നീ ഇങ്ങനെ തീനിയും കുടിയനുമായിട്ട് നടന്നെന്ന് അല്ലെ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. കാരണം യേശുവിനെ കാണുമ്പോൾ അവരുടെ മതത്തിന് സ്യൂട്ടാകുന്ന ഒന്നും യേശുവിനുണ്ടായിരുന്നില്ല. അപ്പൊ യേശുവിനോട് ഏറ്റവും വൈരാഗ്യം തോന്നിയതും മതത്തിനാ. മതത്തെ സ്നേഹിക്കുന്നവർക്ക് യേശുവിനെ സ്വീകരിക്കാൻ അസാധ്യമാണ്, ഒരർത്ഥത്തിൽ പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന യൂദാ പറയാണ്, ഞാൻ പോയി ഒരാളെ പിടിച്ച് ഉമ്മ കൊടുക്കാം, അപ്പം മനസ്സിലാവും ആരാണ് യേശു, വേറൊരു വഴിയില്ല. അങ്ങനെയാണ് യൂദായി ഉമ്മ കൊടുക്കാൻ വിടുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ക്രിസ്തുവിന്റെ അപ്രോച്ചബിലിറ്റിയാണ്. ഏത് മനുഷ്യനും ഏത് പാപിക്കും യേശുവിനെ കണ്ടാൽ വിഷമം തോന്നും, ഭയം തോന്നും, മാനസാന്തരം തോന്നും. പിന്നെ അവർ പാപം ചെയ്യത്തില്ല, പക്ഷെ യേശുവിൽ നിന്ന് ഓടിപ്പോകാൻ തോന്നത്തില്ലായിരുന്നു. കാൽക്കൽ വന്നിരുന്ന് കരയാൻ തോന്നുമായിരുന്നു, എണ്ണ പൊട്ടിച്ച് തലയിൽ ഒഴിക്കാൻ തോന്നുമായിരുന്നു, അവന്റെ പിന്നാലെ നടക്കാൻ തോന്നുമായിരുന്നു. എത്ര പുരുഷാരം വന്നാൽ അവന്റെ പിന്നാലെ നടക്കാൻ തോന്നുമായിരുന്നു. ഒരകലം ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം അവനിൽ കൃപയും സത്യവും നിറഞ്ഞിരുന്നു. ഇത് നമുക്ക് സത്യത്തിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കൃപയും കാണില്ല. കൃപയിൽ നിൽക്കുന്ന ആൾക്കാരാണ് തോന്നുന്നവർക്ക് ഒരു സത്യവും കാണുന്നത്. എല്ലാവരോടും കോംപ്രമൈസ്. യേശു അങ്ങനെയല്ല, ഒരേ സമയത്ത് സത്യവും കൃപയും ഒരാളിൽ നിറഞ്ഞു നിന്നു. അത് ദൈവത്തിന്റെ തേജസ്സായിട്ട് ഞങ്ങൾ കണ്ടു. അടുത്ത വാക്യം നോക്കി, 16-ാം വാക്യം വായിച്ച്, 16 അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവന്റെ കൂടെ നമ്മൾ നടക്കുമ്പോൾ, അവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, അവന്റെ തേജസ്സിന്റെ നിറവിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും മഹത്വത്തിന് മേൽ മഹത്വം, തേജസ്സിന് മേൽ തേജസ് വർദ്ധിച്ചു വരുന്നു. അതിപ്പോ കാണാൻ പറ്റത്തില്ല. അതിപ്പോൾ കൃപയായി നമ്മളിൽ നിറയുന്നത് നാളെ കാഹളനാദം കേൾക്കുമ്പോൾ അത് തേജസ്സായി വെളിപ്പെടും. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ യേശുവിന്റെ ജീവന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് അവന്റെ മഹത്വമാണ്. മഹത്വീകരിക്കപ്പെട്ടവനായ ക്രിസ്തു. ആ മഹത്വം നിലനിൽക്കുന്ന മഹത്വമാണ്, ലോകത്തിന്റെ മഹത്വം പോലെ അല്ല. ഈ മഹത്വം നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ യേശുവിന്റെ പ്രതിരൂപമായി പ്രകാശിക്കുന്നത്. നമുക്ക് 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം. അതിൻ്റെ
11-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. 11-ാം വാക്യം മുതൽ മഹത്വത്തെക്കുറിച്ചാണ്. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. ഇത് പറയുന്നത് മോശയുടെ സമയത്ത്, മോശ നിയമവുമായിട്ട് വരുമ്പോൾ മോശയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ച സമയത്ത് ഇസ്രായേൽ മക്കൾക്ക് മോശയെ നോക്കാൻ കഴിയാതെ വന്നപ്പോൾ മോശ തൻ്റെ മുഖത്ത് മൂടുപടമിട്ട കാര്യം പറയുന്നത്, നീങ്ങിപ്പോകേണ്ട പഴയ നിയമം, പഴയ പ്രമാണം വന്നപ്പോൾ അത്രയും തേജസ് വന്നുവെങ്കിൽ നീങ്ങിപ്പോകാത്ത നിത്യനിയമം വരുമ്പോൾ എന്തുമാത്രം വലിയ തേജസ് ഈ നിയമത്തിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് പൗലോസ് പറയുന്നത്. അടുത്ത വാക്യം, ഈ വിധം പ്രത്യാശയുള്ളവരായി. അപ്പൊ ഇവിടെ ഒരു വാക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. തേജസ്സുമായി എപ്പോഴും നമ്മൾ ബന്ധിപ്പിക്കേണ്ട വാക്ക് പ്രത്യാശയാണ്. നീതി വിശ്വാസം വഴിയാണെങ്കിൽ തേജസ് പ്രത്യാശ വഴിയാണ് ലഭിക്കുന്നത്. കേട്ടോ, വിശ്വാസത്തിലൂടെ നീതി, പ്രത്യാശയിലൂടെ തേജസ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസം, പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? റോമാലേഖനം 8:23, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം എല്ലാവരും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന. അപ്പൊ പ്രത്യാശ എന്ന് പറയുന്നത് യേശുവിന് വേണ്ടിയുള്ള ഒരു ഞരക്കമാണ്. അതെന്തുമാത്രം ഉണ്ടോ അത്രയും കൃപയാണ് നിങ്ങളിൽ വർദ്ധിക്കുന്നത്, അത്രയും തേജസ്സാണ് നിങ്ങൾക്ക് പുനരുത്ഥാനത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ മോഹങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ പുനരുത്ഥാനത്തിൽ സംഭവിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടി മോഹിച്ചോ അതെല്ലാം കത്തിപ്പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തേജസ് ആഡ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അവ രക്ഷിക്കപ്പെടുമായിരിക്കാം, പക്ഷെ തീയിലൂടെ എന്ന പോലെ അത്രേ. വായിച്ചിട്ടുണ്ടോ അത്? കത്തിപ്പോകുന്ന പ്രവൃത്തികൾ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ജീവിക്കാം. ഒന്നുകിൽ പ്രത്യാശയിൽ ജീവിക്കാം, അല്ലെങ്കിൽ ആശയിൽ ജീവിക്കാം. രണ്ടിനും പറ്റിയ ശുശ്രൂഷകൾ നമ്മുടെ ഇടയിലുണ്ട്. യു ക്യാൻ സെലക്ട് വാട്ട് യു വാണ്ട്. പക്ഷെ അവസാനം ഒരെണ്ണം കത്തിപ്പോകുന്നതും മറ്റൊന്ന് നിലനിൽക്കുന്നതും ആയിരിക്കും. ഇത് ദൈവത്തിന്റെ ആത്മാവ് ഇത് തമ്മിൽ വേർതിരിച്ച് നമുക്ക് തരണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ എപ്പോഴും കണക്ട് ചെയ്യണം. നമ്മൾ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു, എന്തിനു വേണ്ടി ഞരങ്ങുന്നോ, അത് ക്രിസ്തുവിന് വേണ്ടിയാണെങ്കിൽ അവൻ ഏകജാതനായ പുത്രന്റെ തേജസ്സാണ്. അവൻ ആദ്യജാതനായി കഴിയുമ്പോൾ അതേ തേജസ്സിലേക്ക് നമ്മളും വരും. അത് കൃപയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത വാക്യം. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അതിനർത്ഥം എന്താണെന്നറിയോ? ഞങ്ങൾ ഇതേ പറയുള്ളൂ, ധൈര്യത്തോടെ, ബോൾഡ്നെസ്. ഞങ്ങൾക്ക് ഈ ലോകം പോയാൽ പുല്ലാന്ന് തന്നെ. ആൾക്കാർ കളിയാക്കുന്നോ, പോയി പണി നോക്ക്. ഞങ്ങൾ വളരെ ധൈര്യമുള്ളവരാ. കാരണം ഞങ്ങൾ ഈ പ്രത്യാശയുള്ളവരാ. നിലനിൽക്കുന്ന തേജസിന്റെ വസ്ത്രം ഞങ്ങൾ അണിയുമെന്നും ക്രിസ്തുവിന്റെ തേജസ് അനുസരിച്ച് രൂപാന്തരപ്പെടുമെന്നുമുള്ള ഞരക്കം ഉള്ളവരാണ്. ഞങ്ങൾക്കത് തേജസ്സായി മാറും. അതുകൊണ്ട് വി ആർ വെരി ബോൾഡ്. ബോൾഡ് എന്ന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് ധൈര്യമുള്ളവരാണ്. അടുത്ത വാക്യം. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെ അല്ല, അവരുടെ മനസ്സ് കഠിനപ്പെട്ടു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോശ ഈ നിയമവുമായിട്ട് വരുമ്പോൾ അവന്റെ മുഖം കാണാൻ പറ്റാത്തതുപോലെ തേജസ്സായിരുന്നു. അപ്പൊ മോശ മുഖത്ത് മൂടുപടം ഇട്ടു. കാരണം ഇനി ജനങ്ങൾക്ക് ആരെ കാണാൻ പറ്റത്തില്ല? മോശയെ കാണാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ നിയമത്തിന് മുമ്പിൽ ജനങ്ങൾ നിലവിളിക്കേണ്ടി വരും. കാരണം ദൈവത്തിന്റെ നിയമത്തിനൊരു തേജസ്സുണ്ട്. നീങ്ങിപ്പോകുന്നതായിരിക്കാം എങ്കിൽ പോലും ദൈവം തരുമ്പോൾ അതിനൊരു തേജസ്സുണ്ട്. ആ തേജസ് പോലും ഇസ്രായേൽ മക്കൾക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പം മോശ എന്ത് ചെയ്തു? മൂടുപടം. അടുത്ത വാക്യം. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും. മനസ്സിലായോ എന്താണ്? ഇസ്രായേൽ മക്കള് മൂടുപടം കാണാതെ മോശ മൂടുപടം ഇട്ടല്ലോ. കുറെ കഴിഞ്ഞപ്പോ ഈ മോശ മൂടുപടം അങ്ങ് ഊരി. അല്ലേ? ഊരിയോ? ഇല്ലേ? ജീവിതകാലം മുഴുവൻ പിന്നെ മൂടുപടത്തിലാണ് കിടന്നത്. ഊരി. പക്ഷേ അപ്പം ആൾക്കാർക്ക് നോക്കാൻ പറ്റുമായിരുന്നു. എന്തുകൊണ്ട് നോക്കാൻ പറ്റുമായിരുന്നു അറിയോ? ഇവരുടെ എല്ലാം ഹൃദയത്തിലേക്ക് അപ്പോഴേക്കും ഒരു മൂടുപടം വന്ന് വീണായിരുന്നു. അതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൂടുപടം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്നാണെന്നറിയോ? ഈ ഹൃദയം ആരും കാണാൻ പോകുന്നില്ല. ഹൃദയത്തിൽ എന്താ കിടക്കുന്നേ? മൂടുപടം. മോശയുടെ പ്രമാണം ഒരാളെ
അനുസരണത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തികളിലൂടെയാണ്. അപ്പൊ പ്രവൃത്തികളെല്ലാം നന്നായാൽ മതി, ഹൃദയത്തിൽ എന്താ കിടക്കുന്നേ? മൂടുപടം. ഓ, എത്ര നാളായി ബ്രദറെ കണ്ടിട്ട്, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അകത്ത് മൂടുപടം ആരും കാണാഞ്ഞത് നമ്മുടെ ഭാഗ്യം. അടുത്ത വാക്യം വായിച്ചു. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നത്. കാരണം ക്രിസ്തു നേരെ ടോർച്ച് അടിക്കുന്ന ഹൃദയത്തിനകത്തേക്കാണ്. അവിടെ മൂടുപടം ഉണ്ടെങ്കിൽ ഒരു ടോർച്ച് അടിക്കാൻ പറ്റില്ല. മൂടുപടം നീങ്ങിയാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ തുറന്നു വരുള്ളൂ. അടുത്ത വാക്യം. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. അപ്പൊ മോശയുടെ പുസ്തകം വായിക്കാവോ? മൂടുപടം മാറിയ ശേഷം വായിച്ചാൽ കുഴപ്പമില്ല. മൂടുപടം മാറിയ ശേഷം അത് വായിക്കണം. ക്രിസ്തുവിൽ അത് നീങ്ങിപ്പോയ ശേഷം വായിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, ക്രിസ്തുവിൽ എൻ്റെ മൂടുപടം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് പഴയ നിയമം വായിച്ചാൽ അതിനകത്തെല്ലാം ക്രിസ്തുവിനെ കാണാൻ പറ്റുള്ളൂ, ക്രിസ്തുവിന്റെ നീതിയെ കാണാൻ പറ്റുള്ളൂ. മോശയ്ക്ക് മൂടുപടം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മോശ ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തത്, ക്രിസ്തുവിന്റെ നീതിയെ തെരഞ്ഞെടുത്തത് അല്ലേ? ക്രിസ്തുവിൽ അത് നീങ്ങിപ്പോയ ആളാണ് മോശ. പഴയ നിയമത്തിലും ക്രിസ്തുവിൽ മൂടുപടം നീങ്ങിപ്പോയ അനേകം ആൾക്കാരുണ്ട്. ദാവീദ് അങ്ങനെ ഒരാളായിരുന്നു. ദാവീദിന്റെ ഹൃദയത്തിൽ ഒരു മൂടുപടം ഇല്ലായിരുന്നു. കർത്താവ് എന്ന് പറയും, നീ ആ ഭാവി ജ്ഞാനം തന്നെയാണ്. ഒരു മൂടുപടമില്ല. അവന്റെ ഹൃദയത്തിൽ എന്തുണ്ടോ അതെല്ലാം അവൻ പാട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ തോന്നി, ഇങ്ങനെ തോന്നി, ഞാൻ പാപി. ഒരു മൂടുപടമില്ല. അവരെല്ലാം ക്രിസ്തുവിന് മുന്നമേ നിഴലായി വിശ്വസിച്ച നീതിമാന്മാരാണ്. ഇവിടെ പറയുന്നത്, പഴയ നിയമം ചുമ്മാ വായിക്കുന്നവന്റെ എല്ലാ ഹൃദയത്തിൽ എന്താ കിടക്കുന്നത്? മൂടുപടമാണ് കിടക്കുന്നത്. അടുത്ത വാക്യം. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോന്നു. അപ്പോഴാണ് ഞാൻ കൈകാലിട്ടടിക്കുന്നത്, എന്റെ ദൈവമേ, ഞാനൊരു പാപിയായി പോയല്ലോ. യോബ് അവിടെയാ കരയുന്നത്. യെശയ്യാവ് അങ്ങനെയാ കരയുന്നത്. യെശയ്യാവ് അവിടെ യെശയ്യാവിന്റെ 6 ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്ന കാണുന്നുണ്ടല്ലേ? അതാരായിരുന്നു? പിതാവായിരുന്നോ പുത്രനായിരുന്നോ? യെശയ്യാവ് പറയുന്നത്, ഞാൻ എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ. പക്ഷേ യോഹന്നാൻ പറയുന്നത് അത് ക്രിസ്തുവായിരുന്നു എന്നാ. യോഹന്നാൻ 12-ലാണെന്ന് തോന്നുന്നു, അതിന്റെ അവസാന ഭാഗത്ത് തോന്നുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്, യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സാക്ഷിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ക്രിസ്തുവിനെ നോക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മൂടുപടം. അപ്പോഴാ പറയുന്നത്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപി, എനിക്ക് ഒരു നിവൃത്തിയില്ലാത്ത പാപിയാണേ, എന്നെ സഹായിക്കണേ എന്ന് നിങ്ങളുടെ വായി വരാത്ത എന്താണെന്നറിയോ? നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിലേ നിന്നിട്ടുള്ളൂ, ക്രിസ്തുവിന് മുമ്പിൽ നിന്നിട്ടില്ല. അവിടെ നിന്ന് നമ്മുടെ അകത്തെ മൂടുപടം അങ്ങ് ചിന്തിപ്പോയാൽ നമ്മൾ നിലവിളിച്ചു പോകും. നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന അകമനുഷ്യൻ ഇങ്ങനെ അങ്ങ് വെളിയിലോട്ട് വരുമ്പോഴേക്കും, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു വലിയ അത്ഭുതം നടന്നു. 2 വർഷം മുമ്പ് ഓഗസ്റ്റ് 15 അത് ഒരു ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും പഴയ പോലായി. ഈ പിള്ളേർ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവരുടെ മൂടുപടം ഒഴിഞ്ഞു പോയി. സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ ഒരു അവധി ദിവസം കിട്ടിയപ്പോൾ എല്ലാവരുടെ കൂടി ഇരുന്ന് അവരുടെ എൽഡേഴ്സ് ആരോ പറഞ്ഞു, നിങ്ങളുടെ സാക്ഷ്യം പറയാൻ. കുഞ്ഞു പിള്ളേർ, ചെറിയ പിള്ളേരാ, സ്കൂളിൽ പഠിക്കുന്ന 8-ലും 10-ലൊക്കെ പഠിക്കുന്ന പിള്ളേർ. ഇവർ സാക്ഷ്യം പറഞ്ഞ് മൂടുപടം കഴിഞ്ഞു പോയി. ഇവരുള്ളതെല്ലാം തുറന്ന് പറയാൻ തുടങ്ങി. അപ്പനോട് തോന്നിയത്, അമ്മയോട് തോന്നിയത്, അതങ്ങ് ആകെ അങ്ങ് ഭയങ്കര നിലവിളി, കൂട്ടം നിലവിളി, ഉപദേശിമാരെ നിലവിളി. അപ്പൻ വന്നിങ്ങനെ വെളിയുന്നുണ്ട്, ഇത് എൻ്റെ മകൾ തന്നെയാണോ ഈ പറയുന്നത്? പരിചയമില്ലാത്തവരൊന്നും, കാരണം എല്ലാം തുറന്നുപോയി. പക്ഷെ പിറ്റേ ദിവസം പിന്നെ അവർ മൂടുപടം ഇട്ട് സിപ്പപ്പ് ചെയ്തു. പക്ഷെ സംഭവിക്കാം, ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ എന്ത് സംഭവിക്കണം? അകം അങ്ങ് പൊളിഞ്ഞു പോകും. ഈ അകം പൊളിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് എന്താ സംഭവിക്കുന്നറിയോ? അടുത്ത വാക്യം. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവിലാണ് ഈ മൂടുപടം അഴിഞ്ഞു പോകുന്നതെങ്കിൽ നമുക്ക് എന്തോരം അഴിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മുടെ കർത്താവിന് നമ്മളെ അകം പുറം അറിയാം. ലജ്ജിക്കാതെ നമുക്ക് അവന്റെ മുമ്പിൽ നമ്മുടെ ഇതങ്ങ് അഴിച്ച്, ഹൃദയം അഴിച്ചു വെക്കാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവന്റെ മുൻപിൽ ഈ മൂടുപടം അഴിയണം. ഈ മൂടുപടം അഴിയുന്നത് വരെ നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് അവന്റെ തേജസ്സിന് വേണ്ടി ദാഹിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ ഹൃദയത്തിനകത്തകത്തിരിക്കുന്ന ആ കറ വരെ കാണിച്ചു തരാൻ അവന്റെ തേജസ്സിന് സാധിക്കും. അടുത്ത വാക്യം. എന്നാ ഈ മൂടുപടം നീങ്ങിക്കഴിഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്, പിന്നെ ഇടരുത്. കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും കർത്താവിന്റെ അവിടെ മൂടുപടമില്ല. ഹൃദയത്തിൽ മൂടുപടമില്ല എങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തേജസ്സിന്മേൽ തേജസ് വർദ്ധിച്ച് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുമ്പോൾ കർത്താവിനെ നാം അവനിരിക്കുന്നത് പോലെ കാണുന്ന രീതിയിൽ നമ്മൾ തേജസ്കരിക്കപ്പെടും. ഇതിനു വേണ്ടിയാണ്
കർത്താവിൻ്റെ എന്തിനാണ് നിത്യമായ തേജസ് ഉള്ളതെന്നും എന്താണ് തേജസ് ഇല്ലാത്തതെന്നും ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കൈവയ്ക്കാൻ മതി. ഓക്കെ, അടുത്ത വാക്യം. വായിച്ചോ. വായിക്കണ്ട, വായിച്ചോ. 19. ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ത്യജിച്ച് അത് ഹൃദയം കീറി ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. ഒന്നും മറച്ചു വെക്കാനില്ല, ഞങ്ങൾക്ക് പറയാൻ ഗൂഢ ഉപായങ്ങളില്ല. ഇതെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ തുറന്നു പോയതാണ്. അതുകൊണ്ട് സത്യവചനം നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും അതുപോലെ തുറന്നു വെക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഇവിടെ നമ്മൾ കാണേണ്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രത്യാശയിലൂടെയാണ് തേജസ് ഉണ്ടാകുന്നത്. യേശുവിന് വേണ്ടിയുള്ള ദാഹമാണ് നമുക്ക് തേജസ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആ വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1, 2, 3, 4, 5. റോമാലേഖനത്തിലേക്ക് പിന്നെ നമ്മൾ വന്നു. നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മൾ ഇന്നലെ അത് കണ്ടതാണ്. അടുത്ത വാക്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. ഇവിടെ കൃപയുടെ അർത്ഥം നമ്മൾ ഇന്നലെ പറഞ്ഞ അർത്ഥമാണ് അർഹിക്കാത്ത സ്ഥലത്തുള്ള ദാനം. അതായത് പ്രവർത്തിക്കുന്നവരെ മാത്രം നീതിമാൻ എന്ന് വിളിച്ചാൽ മതി, പക്ഷെ ഇവിടെ വിശ്വസിക്കുന്നവരെ എല്ലാം വിളിക്കാൻ ദൈവം തീരുമാനിച്ചു. അതായത് അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മളെ നീതീകരിച്ചു. അതുകൊണ്ട് കൃപയുടെ രണ്ടാമത്തെ അർത്ഥം, വേദശാസ്ത്രപരമായ അർത്ഥം, അർഹതയില്ലാത്ത സ്ഥലത്ത് ലഭിക്കുന്ന അംഗീകാരം എന്നാണ്. ആ അർത്ഥത്തിലാണ് ഇതിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അടുത്ത വാക്യം ഇതാണ്, ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ. കണ്ടോ, തേജസ്സുമായിട്ട് എന്തിനാ കണക്ട് ചെയ്തിരിക്കുന്നത്? പ്രത്യാശയിൽ. യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ മഹത്വത്തിന്റെ പ്രത്യാശ, അതായത് തേജസ്സിന്റെ പ്രത്യാശ. അപ്പൊ തേജസ് എപ്പോഴും പ്രത്യാശയായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തുമാത്രം പ്രത്യാശയുണ്ടോ അത്രയും തേജസ്സാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആശയാണോ ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടതാ, ആശയിൽ പോകരുത്, ഇതെല്ലാം നശിച്ചു പോകും. ഓക്കെ, അടുത്ത വാക്യം. ഞങ്ങൾ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്ന് മാത്രമല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കൊള്ളാം അല്ലേ? കഷ്ടം വന്നപ്പോ എന്തൊരു സന്തോഷം, അങ്ങനെ പറയുമോ നമ്മളാരെങ്കിലും? പറയാൻ പറ്റത്തില്ല. പൗലോസ് അങ്ങനെ പറയുന്നത്. അതിൻ്റെ കാരണമുണ്ട്. കഷ്ടതയിൽ നിന്ന് സഹിഷ്ണുതയും സഹിഷ്ണുതയിൽ നിന്ന് സിദ്ധതയും സിദ്ധതയിൽ നിന്നും പ്രത്യാശ ഉണ്ടാകും. അപ്പോൾ പ്രത്യാശ ഉണ്ടാകാൻ ഒരു ബട്ടൺ ഇട്ടാലൊന്നും പോരാ, പ്രത്യാശ ഉണ്ടാക്കാൻ ഒരു തീരുമാനം എടുത്താൽ പോരാ, നമ്മളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് പ്രത്യാശ ഉണ്ടാവുള്ളൂ. ആ ധൈര്യം ആയിട്ടിരുന്നാൽ മാത്രമേ ആ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കുള്ളൂ. നിങ്ങൾ ഇത്തിരി ധൈര്യമായിട്ടിരുന്നോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രോബ്ലം ഒന്നും അല്ല. നമുക്ക് നോക്കാം അതെന്താണ്. ഞാൻ പണ്ടൊരു കോമഡി കണ്ടതാണ്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എവിടെ ഒരാൾ ചോദിക്കുകയാണ്, ഭയങ്കര കഷ്ടകാലമാണല്ലോ. പറയും, അതാ ഒരു 10 വർഷത്തേക്ക് ഇനി കഷ്ടകാലമായിരിക്കും ജോലിസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കഴിയുമ്പോൾ അതൊരു ശീലമായിക്കോളും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10 വർഷം കഷ്ടത അനുഭവിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എന്തുണ്ടായി? സഹിഷ്ണുത ഉണ്ടാവുന്നു. അതേ ബൈബിളും പറഞ്ഞിരിക്കുന്നത് അല്ലേ? 10 വർഷം കഷ്ടത സഹിച്ചാൽ പിന്നെ എന്തുണ്ടാവും? കഷ്ടത സഹിക്കുന്ന ഒരു സഹിഷ്ണുതയായിട്ട് മാറും. കൊള്ളാൻ ഭയങ്കര പ്രോമിസ് അല്ലേ? ഈ സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. അത് കഷ്ടം സഹിക്കാനുള്ള പരിശീലനം മാത്രമല്ല, വേറൊരാൾ കഷ്ടത്തിലിരിക്കുമ്പോഴും വിഷമത്തിലിരിക്കുമ്പോഴും ബലഹീനതയിലിരിക്കുമ്പോഴും അവനോട് തോന്നുന്ന സഹിഷ്ണുത കൂടിയാ. ശരിക്കും കഷ്ടതയിലൂടെ കടന്നുപോയ ഒരാൾക്ക് ലോകത്തിൽ എല്ലാവരോടും സിമ്പതി കാണിക്കാൻ പറ്റും, അവൻ്റെ മുറിവുകളെ കെട്ടാൻ പറ്റും. തകർക്കപ്പെട്ട പാത്രങ്ങൾക്ക് മാത്രമേ വേറൊരാളെ ശുശ്രൂഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ സഹിഷ്ണുത എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വാളിറ്റി ദാറ്റ് മേക്സ് എ സെർവൻസ് ടു അതേഴ്സ്. മറ്റൊരാളെ സഹിക്കാൻ സഹിഷ്ണുത ഉണ്ടാവണം. നമ്മളും കഷ്ടത്തിലൂടെ കടന്നു പോകണം. യേശു അങ്ങനെയായിരുന്നു. യേശു ശരിക്കും സെർവൻലൈക്കായിരുന്നു. അത് ഈ അനുസരണ ഇല്ലാത്ത ശിഷ്യന്മാർക്ക് എന്തോ ഒരു സഹിച്ച് കാണുമായിരിക്കും. സെർവൻലൈക്കായിട്ട് യേശു ഇവരുടെ പുറകെ പോകുന്നത് അവരെല്ലാം സഹിച്ചോണ്ടാ. നിങ്ങൾക്കറിയാമോ, യേശുവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലെ? ആദ്യം അല്ല, ഒരാളല്ലേ അവസാനം പോയത്. 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇവരില് പൈസ ആരുടെ കയ്യിലായിരുന്നു? യൂദയുടെ കയ്യിലായിരുന്നു. ആഹാരം വിളമ്പി കൊടുത്തോണ്ടിരുന്ന ആരാ? പാത്രം കഴുകി ആഹാരം വിളമ്പി കറി വിളമ്പി മതിയോ കഴിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തോണ്ടിരുന്ന ആളാരാ? ആർക്ക് പറയാം? കർത്താവായ യേശുമിശിഹായ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അത് അത്ഭുതമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തില്
25 മുതൽ വായിച്ച്. അവൻ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു. അപ്പം അവരുടെ ഐഡിയ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോടാ അങ്ങോട്ടെന്ന് പറയുമ്പോൾ അനുസരിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ലീഡറാ. അങ്ങനെയാ. അടുത്ത വാക്യം. അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. അപ്പൊ നരേന്ദ്രമോദിയും പിണറായി വിജയനൊക്കെ നമുക്ക് വലിയ ഉപകാരമാണ് ചെയ്യുന്നത്. പക്ഷെ സത്യത്തിൽ അവർ അധികാരം നടത്തുക. നമ്മൾ അവരെ എന്താന്ന് വിളിക്കുന്നത്? അടുത്ത വാക്യം. നിങ്ങൾ അങ്ങനല്ല, ഇങ്ങനൊന്നും അല്ല ഉപകാരികളാകേണ്ടത്. ഇങ്ങോട്ട് വാടാ അങ്ങോട്ട് പോടാന്ന് പറഞ്ഞുകൊണ്ടല്ല ഉപകാരികളാകേണ്ടത്. പിന്നെ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. അടുത്ത വാക്യം. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷക്കാരനെ പോലെ അല്ലായിരുന്നു. അപ്പൊ എന്താ ചെയ്ത യേശു? എന്താ ചെയ്ത യേശു? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും. സിദ്ധത എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് ഒരു പിടിയും കിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ സിദ്ധത എന്താന്ന്? ഈ സിദ്ധത എന്താന്ന് ഞാനിങ്ങനെ ആലോചിച്ച് കുറെ നടന്നു. ഏത് ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ ഒന്നുകിൽ ക്യാരക്ടർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. ഇതെന്തോ ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് ഗുഡ് ന്യൂസ് ബൈബിൾ നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത ദൈവത്തിന്റെ അംഗീകാരത്തെയും തരുന്നു. അത് കൊള്ളാം. ദൈവത്തിന്റെ അംഗീകാരം, നല്ല ക്യാരക്ടറിനെ ദൈവം അംഗീകരിക്കുമല്ലോ, അതായിരിക്കും. പക്ഷെ ആ ഒരു ബൈബിളിൽ മാത്രമേ അതുള്ളൂ. അതുകൊണ്ട് അതൊരു ഉറപ്പ് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കും. ഞാനൊരു ബൈബിൾ കോളേജ് പ്രസംഗിക്കാൻ പോയപ്പോൾ അവർ ഇംഗ്ലീഷിലായിരുന്നു. അപ്പം ആ ബൈബിൾ ഞാൻ മേടിച്ചു. ഇംഗ്ലീഷ് ബൈബിൾ അന്ന് ഞാൻ കൊണ്ടുപോയത് മലയാളമായിരുന്നു. അതുകൊണ്ട് അത് ഇംഗ്ലീഷ് ബൈബിൾ മേടിച്ചു. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പം ഈ വാക്യം ഇങ്ങനെയാണ്: കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത ദൈവത്തിന്റെ അംഗീകാരമുള്ള സ്വഭാവത്തെയും ഉളവാക്കുന്നു. അപ്പം ശരിയായി. അർത്ഥം ക്യാരക്ടറാണ്. അതേസമയത്ത് എന്ത് ക്യാരക്ടറാണ്? ഗോഡ് അപ്രൂവ്ഡ് ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറാണ് നമുക്ക് പ്രത്യാശ ഉണ്ടാക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ലോങ് വേ ബാക്ക്, എൻ്റെ പിതാവ് ഈ പഠിക്കുക എന്നുള്ള കാര്യത്തിൽ ഭയങ്കര നിർബന്ധ ബുദ്ധിക്കാരനാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഏത് വിഷയത്തിന്റെ എക്സാം ആയാലും 45-ൽ മാർക്ക് കുറഞ്ഞാൽ വീട്ടിൽ പ്രവേശനം സാധിക്കുമെങ്കിലും ആ ഒരു രാത്രി കഴിച്ചുകൂടാൻ ഒരു ഇത്തിരി പ്രയാസമായിരിക്കും. ഇപ്പൊ മാത്തമാറ്റിക്സിന് 50-ൽ 50 വാങ്ങിക്കണം. പക്ഷെ 1ാം ക്ലാസ് തൊട്ട് ഇന്നേ വരെ എനിക്ക് ഫുൾ മാർക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. മനസ്സിലാക്കണം. അപ്പം 8ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ഓണപരീക്ഷയുടെ മുമ്പുള്ള ആ ടൈമിൽ ഞാൻ മാത്തമാറ്റിക്സ് ട്യൂഷന് പോവാണ്. സാധാരണ 47, 48 കിട്ടിക്കൊണ്ടിരുന്നേ. ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റ് വന്നപ്പം 39. എനിക്ക് ഇന്നും ആ ദിവസം ഓർമ്മയുണ്ട്. എനിക്ക് വീട്ടിൽ പോണ്ട. 4 മണിയായി, സ്കൂളിന് മണി അടിച്ചു, ഞാൻ വെളിയിൽ ഇറങ്ങി. വീട്ടിൽ പോണ്ട. 4:10 വണ്ടിയുണ്ട്, 5 മണിക്കൊരു വണ്ടിയുണ്ട്. ഞാൻ 4:10 വണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുക. വണ്ടി വന്നു, കയറാൻ തോന്നിയില്ല, അതങ്ങ് പോയി. ഇനി ആകെ ഒരു വണ്ടിയുള്ളൂ. സ്കൂൾ ബസ്സല്ല, റൂട്ട് ബസ്സാണ്. ഞങ്ങളുടെ വീട്ടിൽ ഹൈ റേഞ്ച് ഇല്ല താമസിക്കുന്നത്. അപ്പോൾ അത്രയും ഇനി ആ വഴി പോകുന്ന ഒരു വണ്ടിയുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിക്കും, പ്രാർത്ഥിക്കുക, കർത്താവേ 5 മണി കഴിഞ്ഞേ വണ്ടി വരാവുള്ളൂ, കുറച്ച് സമയം കൂടെ കിട്ടുമല്ലോ. സാധാരണ ചിലപ്പോൾ 5 മണിക്ക് വരും, 5:15 വരും. ലാസ്റ്റ് സ്റ്റോപ്പാണ് ഞങ്ങളുടെ വീടിനടുത്ത്. പക്ഷെ അതൊന്ന് 4:45 വന്നു. ഞാൻ ഇതിൽ കയറി ഇരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഇതിൻ്റെ ടയർ എവിടെയെങ്കിലും പഞ്ചറാവണേ, എവിടെയെങ്കിലും 1/2 മണിക്കൂറുടെ ലേറ്റ് ആകണേ, ഇതങ്ങോട്ട് എത്തിയില്ലേലും കുഴപ്പമില്ല. എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൻ അംഗീകരിക്കുന്ന ഒരു മാർക്ക് കയ്യിലില്ല. എൻ്റെ വെപ്രാളമാണ്. ഞാൻ ഇതുമായിട്ട് നടന്ന് എഴഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ താമസിച്ച് വന്നതിൻ്റെ വേറെ കിട്ടിയെങ്കിലും അടിയല്ല കേട്ടോ. അടി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നില്ല, ഈ വഴക്കേ ഉള്ളൂ. പക്ഷെ അതാണ് അടിയേക്കാൾ അസഹനീയം എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാം. അപ്പൊ എൻ്റെ കയ്യിൽ അന്നന് സന്തോഷമായന്. ഇത് തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. നമുക്ക് ദൈവം നമ്മളെ അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഇന്നർ ഉറപ്പില്ല, ഒരു ആന്തരിക ഉറപ്പില്ല. കാരണം നമ്മുടെ ലൈഫ് മുഴുവൻ ഈ ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട്, പ്രാണന്റെ ജീവിതം ജീവിക്കുന്നുണ്ട്, യേശുവിൻ്റെ ജീവന്റെ ആ ഉറപ്പ് നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് പിതാവിന് എന്നോട് അംഗീകാരമുണ്ട് എന്നൊരു ഉറപ്പില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവേ വേഗം വരണേ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാനോ ആഗ്രഹിക്കാനോ ഒന്നും പറ്റുന്നില്ല.
അതുകൊണ്ടാണ് ഒരു ക്യാരക്ടർ ഉണ്ടായിട്ട് ക്യാരക്ടർ ദൈവത്തിന് അപ്രൂവ്ഡ് ആകണമെങ്കിൽ വിശ്വാസം ഉണ്ടാകണം, അഗപ്പ ഉണ്ടാകണം, പകരക്കാരൻ ഉണ്ടാകണം. എങ്കിൽ മാത്രം ക്രിസ്തുവിന്റെ ജീവനായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ അപ്രൂവൽ എന്നൊരു വിഷയം ഉണ്ടാകുന്നുള്ളൂ. ഈ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രത്യാശ ഉണ്ടാകുന്നുള്ളൂ. എങ്ങനെ പ്രത്യാശ പോയെന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലാക്കണമല്ലോ നമുക്ക്. തലമുറകളായിട്ട് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത് ചോർന്നു പോകുന്ന പ്രത്യാശയാണ്. ഈ പ്രത്യാശ ചോർച്ചയാണ് നമ്മുടെ വിശ്വാസത്തെ തകർത്തത്, വിശ്വാസത്തെ വഴിതിരിച്ചു വിട്ടത്. പ്രത്യാശയ്ക്ക് പകരം ആശകളായപ്പോൾ നമ്മുടെ വിശ്വാസം വഴിതെറ്റിപ്പോയത് നമ്മൾ ആരും അറിഞ്ഞതുപോലുമില്ല. അതുകൊണ്ട് വിശ്വാസമില്ലായ്മയെ ദൈവം കാണിച്ചു തരുന്നത് പോലെ നമ്മൾ പ്രത്യാശയിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അല്ല, നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓടുന്നതെന്നും ഇതെല്ലാം നശിച്ചു പോയ സ്റ്റാമ്പുള്ള സാധനങ്ങളാണെന്നുള്ള കാര്യം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് ലോക തത്വമാണ്. നമുക്ക് ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് എനിക്ക് അവരുടെ പാപത്തെക്കുറിച്ചുള്ള തിയറി വളരെ ഇഷ്ടമാണ്. മോക്ഷത്തെക്കുറിച്ചുള്ള തിയറിയാണ് എനിക്ക് ഇത്തിരി പ്രയാസമുള്ളത്. കാരണം ക്രിസ്തു പറയുന്ന പോലെ ഒരു ജീവനെക്കുറിച്ച് പറയാൻ അവർക്ക് സാധിക്കില്ല. എന്നാൽ അവരെ മോക്ഷത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഒരു വലിയ കടല്, ഈ കടലിൽ ഒരു പാത്രത്തിൽ വെള്ളം, ഒരു കുടം വെള്ളം. കടലാണ് പരമാത്മാവ്, ഈ കുടത്തിലുള്ള വെള്ളമാണ് ഞാൻ. കുടം പൊളിയുന്നതാണ് മരണം. ഈ കുടം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പരമാത്മാവെന്ന പ്രപഞ്ചത്തിൽ അങ്ങ് അലിഞ്ഞു ചേർന്നു. പിന്നെ ഞാനില്ല, കടലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നശിച്ചു പോയി എന്നാ ഉദ്ദേശിക്കുന്നത്. ഈ ഞാനെന്ന് പറയുന്ന സാധനം ഇല്ലാതെ നശിച്ചു പോയി എന്ന് ഉദ്ദേശിക്കുന്നത്. അവർ പറയുന്നത് ശരിയാ, ലോകത്തിലുള്ള എല്ലാ സാധനവും ഈ നശിക്കാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുക. ഇതാ ബൈബിൾ പറയുന്നത്. ക്ഷയം എന്ന മുദ്ര നമുക്ക് നോക്കേ. റോമാലേഖനം 8:19 വായിച്ചേ. ദ്രവത്വത്തിന്റെ ദാസ്യത്വം. റോമർ 8:19 അത്. ഞാൻ എന്താ പറഞ്ഞേ? സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതാ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതലും എന്ന് പറഞ്ഞാൽ, ദ്രവത്വം എന്ന് പറഞ്ഞാൽ എന്താ? നശിച്ചു പോകുന്നുള്ള പ്രിൻസിപ്പിൾ. ഇതാണല്ലോ ഇവിടെ സ്റ്റാമ്പ് അടിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എല്ലാത്തിന്മേൽ എന്തിന്റെ സ്റ്റാമ്പുണ്ട്? നശിച്ചു പോകുമെന്നുള്ള സ്റ്റാമ്പുണ്ട്. ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ വേണം. ആർക്ക് വേണം? ഈ സൃഷ്ടിക്ക് വേണം. ഇപ്പൊ സൃഷ്ടിയുടെ എല്ലാ ഐഡിയ എന്താണ്? നശിച്ചു പോയേക്കാം എന്നുള്ള ഐഡിയ ആണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്റെ റൂം നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുക. ആ വീട്ടിലാണോ നമുക്കൊരു സ്വസ്ഥത കിട്ടുന്നത്, അതോ എല്ലാം വാരി വലിച്ചിരിക്കുന്ന വീട്ടിലാണോ? അടുക്കി വെച്ചിരിക്കുന്ന വീട്ടിലാണോ? ഐ എം സോറി. എന്താ പ്രശ്നം എന്നറിയാം? അടുക്കി വെച്ചിരിക്കുന്ന വീട്ടിലൊരു പ്രശ്നമുണ്ട്. നമ്മളൊന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ അത് ഡിസോർഡറായി പോകും. ഇത് പിന്നെയും വെക്കണമെങ്കിൽ ഒത്തിരി എനർജി വേണം. ചില റൂമുകളിൽ ചെന്ന് അവിടെ പൂച്ച പ്രസവിച്ച് കിടന്നാൽ പോലും അറിയില്ല. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്വാതന്ത്ര്യം, ഫ്രീഡം അല്ലേ? ചിലയിടത്തോട്ട് എന്ന് കഴിഞ്ഞാൽ അടുക്കി പറക്കി ചില വീടുണ്ട് അങ്ങനെ. ഈ ബൈബിളൊക്കെ വെച്ചത് അതിങ്ങനെ തന്നെ ഇരിക്കണം. ഇതിന്റെ വള്ളി പോലും ഇങ്ങനെ കിടക്കാൻ പാടില്ല. അതൊക്കെ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ വീടുകൾ? ചില ആൾക്കാർക്ക് ഇതൊരു ഒബ്സഷനാണ്. അവരെ കൃത്യം ക്ലീനായിട്ട് വെക്കത്തുള്ളൂ. നമ്മളെങ്ങാനും അവിടെ പോയി ഒരു സാധനം എടുത്ത് വായിക്കാൻ പോലും ഭയം തോന്നും. അവരുടെ ലൈബ്രറിയൊക്കെ ഭയങ്കര സെറ്റപ്പായിരിക്കും. ഡോറ് തുറക്കാൻ പോലും എനിക്ക് തോന്നത്തില്ല. കാരണം അങ്ങനെ അത് ക്ലീനാക്കി വെക്കാൻ അവർ ഒത്തിരി എനർജി ചിലവാക്കിയിട്ടുണ്ട്, ഊർജം. ഒരു സാധനം ഡിസിപ്ലിൻഡ് ആയിട്ട് വെക്കാൻ ഒത്തിരി ഊർജ്ജം ആവശ്യമാണ്. എന്നാൽ അലങ്കോലമാക്കിയിടാൻ ഒരു ഊർജ്ജവും ആവശ്യമില്ല. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ. ഈ ബൈബിൾ ഇങ്ങനെ അടുക്കി വെക്കുമെന്ന് വെച്ചോ. ഇതൊരു 4-5 ഇങ്ങനെ അടുക്കി വെക്കുക. അങ്ങനെ അടുക്കി വെക്കുന്നതാണോ ഉറപ്പ്? ഇങ്ങനെ ചുമ്മാ ഇട്ടേക്കുന്നതാണോ ഉറപ്പ്? ഇങ്ങനെ ചുമ്മാ ഇട്ടേക്കുന്ന. കാരണം ഇങ്ങനെ ഇരിക്കുന്ന ബൈബിളിന് ഒരു ആഗ്രഹം, ഈ പുസ്തകത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് താഴെ വീണാൽ മതി എന്നതിൻ്റെ ആഗ്രഹം. ഇത് താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ എനർജി കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്. സത്യമാ, ഫിസിക്സാ പറഞ്ഞത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ഈ എനർജി കുറച്ച് താഴെ വരുമ്പോൾ ഇത് സീറോ ആവും. അതിനു വേണ്ടി എനർജി കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തുള്ള സകല സാധനങ്ങളും ഡിസോർഡറിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെയാണ് എൻട്രോപ്പി, ദ ലോ ഓഫ് എൻട്രോപ്പി എന്ന് സയൻസിൽ പറയുന്നത്. പിള്ളേർക്ക് മനസ്സിലാക്കണം, എല്ലാവർക്കും മനസ്സിലാക്കാനല്ല. വിട്ടാരെ സംഗതി വിട്ടാരെ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എല്ലാ സാധനത്തിന്റെയും ഉള്ളിൽ നശിച്ചു പോകുമെന്നൊരു സ്റ്റാമ്പ് അടിച്ചു വെച്ചിട്ടുണ്ട്. എന്നോടൊരാൾ ചോദിച്ചു, ഈ ലോകത്തിലെ സകല സാധനങ്ങളും ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ലേ, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എന്താ കുഴപ്പം?
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭൂമിയിൽ ദൈവം എല്ലാം ഇത് സൃഷ്ടിച്ചപ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലായിരുന്നു. എന്നാൽ വീണു പോയ ശേഷം ഇതിൻ്റെ മഹത്വം മാറിപ്പോയി. ദൈവ മഹത്വം നഷ്ടപ്പെട്ടത് കൊണ്ട് ഇതിനെല്ലാം സ്വാഭാവികമായ നശിച്ചു പോകുന്ന മഹത്വങ്ങൾ ഇതിനെല്ലാം ഉണ്ടായി. അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ എന്തിനെ ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും അതെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഉദാഹരണം പറഞ്ഞെന്ന് അറിയത്തില്ല, പറഞ്ഞാൽ ഒന്നും കൂടെ പറയാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പം ഒരു പട്ടാളക്കാരൻ വേറൊരു പട്ടാളക്കാരനെ യുദ്ധത്തിൽ പിടിച്ചു. ഞാൻ പറഞ്ഞാൽ തോന്നുന്നു. യുദ്ധത്തിൽ പിടിച്ചു കഴിഞ്ഞപ്പം കമാൻഡർ പറഞ്ഞു, നീ ആ പിടിച്ച പട്ടാളക്കാരനെ കൊണ്ട് ഇങ്ങ് വാ എന്ന് പറഞ്ഞു. പറഞ്ഞല്ലേ ആദ്യത്തെ ദിവസം? ഇല്ല. അപ്പോൾ ഈ പട്ടാളക്കാരൻ ഫോൺ ചെയ്തു, ശരി സാർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോൺ ചെയ്തു. കമാൻഡർ പറഞ്ഞു, സാർ ഈ പട്ടാളക്കാരൻ എന്നോട് വരുന്നില്ല സാർ എന്ന് പറഞ്ഞു. അപ്പം കമാൻഡർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അവനെ വിട്ടിട്ട് നീ ഇങ്ങ് വരാൻ പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞ് പട്ടാളക്കാരൻ പിന്നെ വിളിച്ചു, സാർ എന്താടാ? അവൻ എന്നെയും വിടുന്നില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ആരെയാ പിടിച്ചേക്കുന്നത്? ഇവൻ അവനെയാ പിടിച്ചേക്കുന്ന ഇവൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ അവൻ ഇവനെയാ പിടിച്ചേക്കുന്നത്. നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുക ഈ ലോകത്തിലുള്ളതെല്ലാം എൻ്റെ കൺട്രോളില്ല. പക്ഷെ നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാത്തിൻ്റെയും കൺട്രോളില്ല. നമ്മൾ അറിയുന്നില്ല അത്. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. പണം നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ ഇന്ത്യ മുഴുവൻ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കുഴപ്പം എവിടെ വരുന്നതെന്നറിയോ? ഈ പണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഓടിക്കുമ്പോഴേ കുഴപ്പം വരുന്നത്. അപ്പം അധികാരി അവനാ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം. ഞാൻ മുളക്കുഴയിൽ വെച്ച് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ പാസ്റ്റർമാർക്കെല്ലാം അമേരിക്കയിലോട്ടും ഗൾഫിലോട്ടും വിളി കിട്ടുന്നത്? എന്തുകൊണ്ടാണ് ഉഗാണ്ടയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കൊന്നും വിളി കിട്ടാത്തത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുമായിരിക്കും ദൈവമാണ് വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന്. ആയിരിക്കും കേട്ടോ, അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം നാളെ ഞാനും പോയെന്ന് വരാം, ആയിരിക്കാം. പക്ഷെ എല്ലാവരും കൂട്ടമായിട്ട് അങ്ങോട്ട് പോകുന്നതിൻ്റെ കാര്യം സത്യത്തിൽ വിളി വരുന്നത് മാമോൻ്റെയാണ്. അല്ലെങ്കിൽ തന്നെ പറയും, മാമോൻ കൂടെ ഉള്ളിടത്തല്ലേ നമ്മൾ ഓടി ചെല്ലുന്നത്. എവിടെ മാമോനുണ്ടോ അവിടെ ഞാനുണ്ട്. അപ്പം മാമോനെ ഞാൻ ഓടിക്കുവാണോ അതോ മാമോൻ എന്നെ ഓടിക്കുവാണോ? നിങ്ങൾ പറഞ്ഞാൽ മതി. ആരുടെ കയ്യിൽ ആരാ ഇരിക്കുന്നത്? സമ്മതിച്ചല്ലോ. ഇത്രയും വിടുതലേ ഉള്ളൂ ഈ വലിയ വിടുതലുകാർക്കൊക്കെ. അതിന്റെ പ്രശ്നം, ശരിയായ വിടുതല് പണം നിങ്ങളുടെ കയ്യിൽ വരുന്നതല്ല. ശരിയായ വിടുതല് ഈ പണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഫ്രീഡം ലഭിക്കുമ്പോഴാണ്. കാരണം അപ്പം നിങ്ങൾ പണത്തോട് പറയാ, പോടാ ഞാനാ തീരുമാനിക്കുന്നത്. അത് പറയണമെങ്കിൽ കർത്താവിന്റെ ജീവനുള്ളിൽ വരണം. നമുക്ക് അതിന്മേൽ അധികാരമില്ലെങ്കിൽ വി ആർ ഇൻ ട്രാപ്പ്. ഈ ലോകത്തിലെ ഏതു വസ്തുവിനും നമ്മളെ അടിമകളാക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. എന്ത് വസ്തുവിനും നമ്മളെ അടിമകളാക്കാവുന്ന അവസ്ഥ. കാരണം വീണു പോയതിനെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മൾ അതിന്റെ അടിമയാണ്. ക്രിസ്തുവിനെ സ്നേഹിച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാം, നമ്മൾ മാസ്റ്റർ. അപ്പൊ ഇല്ലേലും കുഴപ്പമില്ല, ഉണ്ടേലും കുഴപ്പമില്ല. ഒന്നും കൂടെ പറയും, ഇല്ലേലും കുഴപ്പമില്ല, ഉണ്ടേലും കുഴപ്പമില്ല. ക്രിസ്തുവാണ് നിങ്ങളുടെ മാസ്റ്റർ എങ്കിൽ നിങ്ങൾക്കത് പോയാലും വിഷമമില്ല, വന്നാലും സന്തോഷമില്ല. കാരണം സന്തോഷം മുഴുവൻ യേശുവിലാണ്. ബാക്കിയുള്ളതിനെല്ലാം നിങ്ങൾ അധികാരികളാണ്. യേശു നിങ്ങളുടെ തലയായി വരുമ്പോൾ ബാക്കി സൃഷ്ടിയുടെ മേൽ നിങ്ങൾക്ക് അധികാരം ഉണ്ടാവും. അല്ലെങ്കിൽ അത് നിങ്ങളുടെ മേൽ അധികാരം ഉണ്ടാക്കും. നശിച്ചു പോകുന്നതിനാണ് നിങ്ങളുടെ മേൽ അധികാരമെങ്കിൽ നിങ്ങൾ നാശത്തിനുള്ളവരുടെ കൂട്ടത്തിലാണ് ഓടുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വിവേചിച്ച് തന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ശരിക്കും നമ്മുടെ ടാർഗറ്റ് എന്താണ്? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഉന്നം എന്താണ്? അതാ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന സാധനം. എന്തിനോടാണ് നമ്മുടെ മോഹം? അതാണ് നമ്മുടെ പ്രത്യാശ. ഇതാണ് തേജസ്സായിട്ട് നാളെ വെളിപ്പെടാൻ പോകുന്നത്. ആ വാക്യം ഒന്നും കൂടെ വായിക്കാം, ഇത്തിരി പുറകോട്ട് പോയി. ഇതിന് മതി. സൃഷ്ടി ദൈവപുത്രന്റെ വെളിപ്പാടിനെ, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അടുത്ത വാക്യം. സൃഷ്ടിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നശിച്ചു പോകും എന്നുള്ള തത്വത്തിൽ നിന്നൊരു വിടുതൽ വേണം. നിങ്ങൾ നോക്കിയ ലോകത്തിൽ എന്ത് മനോഹരമായ സാധനവും നശിച്ചു പോകും. ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിക്കാതെ കുറേ നാളിട്ടേ, അധികം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ബ്രദറെ എന്ന് പറഞ്ഞാൽ നശിച്ചു പോയി കാണുന്നത്.
ഇന്നേ വരെ ഒരു സാധനവും നന്നായി വന്നിട്ടില്ല പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടെ, നശിച്ച് കുളമായിക്കോളും. സ്വാഭാവികമായ മനുഷ്യന്റെ സ്വഭാവം തന്നെ നശിക്കാനുള്ളതാണ്. ഈ ബുക്ക് ഇവിടെ ഇട്ടിട്ട് ഒരു 10 വർഷത്തേക്ക് നിങ്ങൾ മൈൻഡ് ചെയ്തിരുന്നു നോക്കി, നന്നായിരിക്കും. ഉപയോഗം കുറവല്ലേ, വളരെ കുറച്ചല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷെ പോയി. നിങ്ങൾ കാണുന്നതെല്ലാം നശിക്കും, താൽക്കാലികമാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എന്ത് വസ്തുവിനെ കുറിച്ച്. നല്ല ബ്യൂട്ടിഫുൾ ഗാർഡൻ എത്ര നാളുണ്ട്? ഇതൊന്നും എൻജോയ് ചെയ്യാൻ പോലും ഇല്ല. ചിലർ കാഴ്ചകൾ കാണാൻ പോകുന്ന കാര്യമാണ്, നല്ല കാര്യമാണ്, എനിക്ക് അതിനോട് ഒരു വിരോധമില്ല. ഞങ്ങൾ 2-3 കുടുംബമായിട്ട് ഇങ്ങനെ കാഴ്ചകൾ. എൻ്റെ കൂടെ ഒരു ഞങ്ങളുടെ കൂട്ടായ്മയുള്ളൊരു ആൾ എന്നോട് പറയാണ്, ഓ എന്ത് നല്ലതല്ലേ. എന്നിട്ട് അവർ തന്നെ പറയും, ഇയാളോട് ഇതൊക്കെ പറയാൻ പോയി എന്നെ പറഞ്ഞാൽ മതി. കാരണം ഞാൻ അവരോട് പറഞ്ഞു, സത്യം പറഞ്ഞ എൻ്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യരുടെ കൂടെ ഇരിക്കുന്നു, വർത്താനം പറയുന്നത്. കാരണം ദൈവം ഏറ്റവും സുന്ദരമായിട്ട് സൃഷ്ടിച്ച മനുഷ്യനെ, അത് കഴിഞ്ഞിട്ടുള്ളൂ ഈ പൂവും പ്രകൃതിയൊക്കെ. നിങ്ങൾ എത്ര ഗാർഡൻ വേണമെങ്കിലും ഉണ്ടാക്കിക്കോ, പക്ഷെ മനുഷ്യനെ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടോണം, മനുഷ്യനെ അതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചോണം. അവരുടെ കൂടെ നടക്കുന്നതും സംസാരിക്കുന്നതും പോലെ വിടുതൽ ഒരിടത്തും ഇല്ല. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ജീവൻ തന്ന ഈ പൂക്കൾക്കും പുഴുക്കൾക്കും വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടിയാണ്. യേശുവിൻ്റെ മനസ്സുള്ളവന് ഏറ്റവും ഇഷ്ടം ഒരു സഹജീവിയോടുള്ള അവൻ്റെ സ്നേഹമാണ്, അവൻ്റെ യഥാർത്ഥ മനുഷ്യത്വമാണ് ക്രിസ്തു നമുക്ക് തരുന്നത്. ഇതൊക്കെ കാണുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ഒക്കെ നല്ലതാണ്, നിങ്ങൾ എല്ലായിടത്തും പോയി കണ്ടോ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്നേഹം അടുത്തിരിക്കുന്ന മനുഷ്യനോടുണ്ടാവണം. കാരണം നശിച്ചു പോകാതെ നിത്യതയെ ചെല്ലുന്ന അതല്ല. മനസ്സിലാവുന്നുണ്ടായി പറയുന്നത്? അപ്പൊ എന്തിനാണ് നമ്മുടെ പ്രയോറിറ്റി, എന്തിലേക്കാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്? ഒരു മനുഷ്യനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, നിലനിൽക്കുന്ന ഫലം സ്വർഗത്തിൽ പ്രാപിക്കുക. അപ്പോൾ എന്താണ് തേജസ് ഉളവാക്കുന്നത് എന്ന് ക്രിസ്തുവിന്റെ കൂടെയുള്ള ഒരു നടപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന എന്താണെന്നറിയാമോ? അവന്റെ സ്വഭാവം മാത്രമല്ല, അവന്റെ മുഖഭാവം, അവന്റെ ലൈക്ക്നെസ്. ഞങ്ങളൊരു ദിവസം ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്. ഇപ്പം ഞങ്ങളൊരു സഹോദരനെ കാണാൻ വേണ്ടി നിൽക്കുന്നത്. ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അറിയാം, ഒരുമാതിരി നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം ഞാൻ ഈ ബ്രദറിനോട് ചോദിച്ചു, നമ്മളെങ്ങനെ അയാളെ കണ്ടുപിടിക്കും? ഇതുവരെ കണ്ടിട്ടില്ല, ഫോട്ടോ പോലും കണ്ടിട്ടില്ല, ഇയാളെ എങ്ങനെ കണ്ടുപിടിക്കും? തിരക്കിനിടയിൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്ക് നോക്കാം പുള്ളി പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പം അയാൾ എന്നെ ചൂണ്ടിയിട്ട് പറയാം, അതേ ആ ഗേറ്റ് കഴിഞ്ഞ് വരുന്ന ആളുണ്ടല്ലോ, അയാളാണ് നമ്മൾ അന്വേഷിക്കുന്ന ആൾ. അപ്പം ഞാൻ പറഞ്ഞു, നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അയാളാന്ന് മനസ്സിലായത്? ആ തിരക്കിനിടയിലാന്ന് ആലോചിക്കണം. അയാളെ കണ്ടറിയില്ല, അയാളൊരു വിശ്വാസി, ഒരു സഹോദരന്. ഞാൻ പറഞ്ഞു, എങ്ങനെ മനസ്സിലായി? നമ്മളെ പോലെ വെള്ള വസ്ത്രമൊന്നും ഇല്ല, സാധാരണ ഒരു മനുഷ്യൻ, മുടി പോലും ശരിക്കും ചീകിട്ടില്ല. ആ മുഖത്ത് അതറിയാമെന്ന് പറഞ്ഞു. ശരിയായിരുന്നു, വന്നപ്പോൾ അയാളെ തന്നെയാണ് ഞങ്ങൾ നോക്കിയിരുന്നു. അത്രയും ആൾക്കൂട്ടത്തിനിടെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഈ മനുഷ്യനെയാണെന്ന് എങ്ങനെ പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, നമ്മളറിയാത്ത, നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യമല്ലാത്ത, ഫെയർ ആൻഡ് ലവ്ലി തേച്ച് വെളുപ്പിക്കുന്ന വെളുപ്പല്ലാത്ത, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ടല്ലാത്ത ഒരു സൗന്ദര്യം, ഒരു ഗ്രേസ്, ഒരു കൃപ, അലൗകികമായ കൃപ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ നമ്മൾ വെളിപ്പെട്ട് വരുന്ന യേശുവിൻ്റെ തേജസ്, കൃപയും സത്യവും നിറഞ്ഞ ആ തേജസ്, അതുമാത്രം നിലനിൽക്കുന്ന തേജസ് നമ്മളിൽ ഉണ്ടാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ അധിവസിക്കുമ്പോൾ നമുക്ക് സാധിക്കും. അവൻ്റെ നിറവിൽ നിന്ന് നാം ഓരോരുത്തരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. സമയം തീർന്നുവെങ്കിലും ഒരു കാര്യമാണ് ഞാൻ പറയും, ഇതുമായിട്ട് ബന്ധം. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അവർക്കൊരാശയുണ്ട്, ഞരക്കത്തോടെ കാത്തിരിക്കുക. ആശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമക്കളുടെ തേജസ്. ഈ ദൈവമക്കളിൽ തേജസ് നിറയുന്നുണ്ട്, അതങ്ങ് വെളിപ്പെടുന്ന ഒരു ദിവസം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. അതുവരെ ഞങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഒരു മരം വേറൊരു മരത്തോട് പറയും, ആരടാ ഈ ദൈവമക്കള്? അന്നേരം മേടാ, നീ കാണാൻ മേലെ കുറേ അവന്മാർ ദൈവത്തിൻ്റെ മക്കളാന്ന് പറഞ്ഞു നടക്കുന്നത്, അവന്മാരായിരിക്കും. ഇപ്പം മറ്റേ മരം വേറൊരു മരം പറയും, അവന്മാരാവാൻ സാധ്യത വളരെ കുറവാണ്. അതെന്താ? അവന്മാരാരെ ഭരിക്കാനാ? അവന്മാരെ എല്ലാവരും കൂടെ ഭരിച്ചുകൊണ്ടിരിക്കുക. അവർക്കൊന്നും നമ്മുടെ ഭരണത്തിൽ നമ്മളെ ഭരിക്കാനൊന്നും പറ്റില്ല. കാരണം ഇപ്പം അതായത് ഈ ലോകത്തിൻ്റെ പ്രഭു നമ്മളെ ഭരിക്കുന്നതുകൊണ്ടാണ് ഈ നമ്മൾ നശിച്ചു പോകുന്നത്. പക്ഷെ നാളെ ഈ ദൈവത്തിൻ്റെ മക്കളെന്ന് വെളിപ്പെട്ടു വന്ന് അവർ ഭരിക്കുന്ന ഒരു കാലം ഉണ്ടാകുമ്പം നമ്മൾ നശിക്കില്ല. പക്ഷെ ആരെ ദൈവമക്കൾ? ഇന്നേ അടിമത്തത്തിൽ ജീവിക്കുന്നവരല്ല, വേറെ കുറെ ആൾക്കാർ ഇതിനകത്തുണ്ട്. അവര് ഒന്നിനും അടിമകളാകാത്തവർ, ക്രിസ്തുവിൻ്റെ ജീവനുള്ളവർ. അവർ തേജസ്സിൽ വരുമ്പോൾ ഈ സൃഷ്ടിയെ ഭരിക്കാനുള്ള തേജസ് അവരുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ തേജസ്സായി വെളിപ്പെട്ടിരിക്കും.
അന്ന് നമ്മൾ പറയുന്നത് പ്രപഞ്ചം കേൾക്കും. അതൊരു ലൗകികമായ ജീവിതമല്ല, അതൊരു അലൗകികമായ ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. നമ്മളല്ല അവിടെയും വാഴ്ത്തപ്പെടുന്നത് കർത്താവാണ്, അവൻ്റെ മഹത്വമാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ ഭൂമിയുടെ തലത്തിലുള്ളതല്ലാത്ത വേറൊരു തലം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ പ്രവാചകന്മാർ? ഇതാണ് യഥാർത്ഥത്തിൽ വേറൊരു തലം, ക്രിസ്തുവിൻ്റെ തലം. മനസ്സിലായോ? ഇപ്പം ക്രിസ്തുവിൻ്റെ തലത്തിലേക്ക് നമുക്ക് പോകാൻ നമ്മുടെ സ്വയശക്തിയാൽ സാധിക്കില്ല. അത് അവൻ്റെ ആത്മാവിൻ്റെ നിറവിനാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തിക്കൊണ്ടേയിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.